കർത്താവെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി കടന്നു വന്ന ദൈവജനത്തെ അനുഗ്രഹിക്കണമേ. സ്തോത്രം. എല്ലാവരും ഞങ്ങളുടെ മധ്യത്തിൽ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്ന കർത്തദാസനെയും ദാസിയെയും ദൈവത്തിൽ സമർപ്പിക്കുന്നു. കുടുംബമായി അവരെ കർത്താവെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വഴിയിൽ കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ എന്ന് കർത്താവെ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കാര്യമായ ക്ലേശങ്ങളിലൂടെ കടന്നുപോയ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതെ, അവരെ കർത്താവ് സൗഖ്യമാക്കണം, വിടുവിക്കണം. ലോകസമാധാനത്തിന് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതേ സ്തോത്രം. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഹല്ലേലൂയ സമാധാനത്തിന്റെ അന്തരീക്ഷങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തിരുവചനം ഞങ്ങൾക്ക് നൽകി തരുന്ന ഉറപ്പ് കർത്താവിന്റെ സ്തോത്രം, നാഥന്റെ വരവ് ഉറപ്പ് തിരുവചനത്തിൽ നൽകി തരുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിപ്പാനും അതിനുവേണ്ടി ഒരുങ്ങുവാനൊക്കെ കർത്താവ് ഞങ്ങളെ സഹായിച്ചാണെന്ന് കർത്താവെ പ്രാർത്ഥിക്കുന്നു. വചനത്തിന് മുൻപാകെ ആയിരിക്കുമ്പോൾ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണം. കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തണം. പ്രാർത്ഥനകടനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉപവാസപ്രാർത്ഥനയ്ക്ക് കടന്നു വന്ന എല്ലാ ദൈവമക്കളും കർത്താവിന്റെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. സ്തോത്രം. കർത്താവിന്റെ ദാസൻ രാകേഷ്, സിസ്റ്റർ റെനി എന്ന് പകൽ സമയം ഉപവാസ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ബന്ധത്തിലുണ്ടല്ലോ. സുവിശേഷ പ്രവർത്തനങ്ങളോട് ബന്ധത്തിൽ പ്രിയപ്പെട്ടവർ ആയിരിക്കുന്നു. അവർ സ്തോത്രം തുടർന്ന് പരിചയപ്പെടുത്തുകയും ചില നിമിഷങ്ങൾ ദൈവവചനത്തിൽ നിന്ന് നമ്മോട് ഷെയർ ചെയ്യുവാനും ഇടയായിട്ട് തീരും. ദൈവമക്കളെ, ലോകസംഭവങ്ങൾ സ്തോത്രം വല്ലാത്ത പ്രതിസന്ധികളിലൂടെ രാജ്യങ്ങൾ കടന്നു പോകുന്നു. നമ്മൾ വിചാരിക്കും ഒരു യുദ്ധം ആരംഭിച്ച് അവസാനിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് മറ്റു രാജ്യങ്ങളിൽ തമ്മിൽ വീണ്ടും യുദ്ധങ്ങൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇതൊക്കെ വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്, യാഥാർത്ഥ്യമുണ്ട്. നാഥന്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്നു എന്നുള്ളതാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവിന്റെ വരവ് സമീപമായിരിക്കുന്ന ഈ കാലയളവിൽ ദൈവത്തിന്റെ ജനം ഉണർന്ന് പ്രാർത്ഥിക്കുവാനും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനൊക്കെ ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് നമുക്ക് പ്രബോധനങ്ങൾ നൽകി തരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ആ നിലയിൽ പ്രാർത്ഥനയിൽ ഉണർന്ന് പ്രാർത്ഥിപ്പാനും കർത്താവിന്റെ വരവിനൊക്കെ വേണ്ടി ഒരുങ്ങുവാനൊക്കെ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സമയം മുൻപോട്ട് പോയതിനാൽ മുഖവരിക്കൊന്നും സമയമെടുക്കാതെ തുടർന്ന് ചില നിമിഷങ്ങൾ കർത്താവിന്റെ വചനത്തിൽ നിന്ന് നമ്മോട് പങ്കുവയ്ക്കുവാനായി കർത്താവിന്റെ ദാസൻ രാകേഷിനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. അവനാത്രേ എൻ പാപഹരൻ, തൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു. അവനാത്രേ എൻ പാപഹരൻ, തൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു. ആമേൻ. അവനാത്രേ എൻ പാപഹരൻ, താൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്വർഗീയ പിതാവാം ദൈവമേ, സ്വതന്ത്രി 2023 വർഷം ഒക്ടോബർ മാസത്തെ 2ാമത്തെ ഈ വെള്ളിയാഴ്ച പകൽ ദൈവസന്നിധി ആയിരിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ഒക്ടോബർ മാസം 13-ാം തീയതി കർത്താവ് ഈ പ്രഭാതം വരെയും ഈ സമയം വരെയും കർത്താവ് ഞങ്ങൾ ഓരോരുത്തരും ഉള്ളംകൈയിൽ വഹിച്ച വൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളുടെ കർത്തദാസ്മാരെ കുടുംബങ്ങളെ, ദൈവസഭയുടെ പ്രവർത്തനങ്ങളെ, അതാവേ സ്വന്തം വിശ്വാസി കുടുംബങ്ങളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, വാർഡിലായിട്ടുള്ള മാതാപിതാക്കളെ എല്ലാം കർത്താവ് വഹിച്ച വൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യഹോവ ഈരിയ, യഹോവ ശാലോമ, യഹോവ നിസിയ ഒക്കെ കർത്താവ് ഓരോ സമയങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ വെളിപ്പെട്ട് വന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദുഷ്ടപിശാചിന്റെ തന്ത്രങ്ങൾക്ക് എതിരായി അതാവേ വിശ്വാസ താവേ പരിചയത്തോട് നിൽപ്പാൻ, അങ്ങനെ താവേ വചനം വാൾ എടുത്തോണ്ട് നിൽപ്പാൻ ഞങ്ങൾ എല്ലാവരും കർത്താവിന്റെ ആത്മാവ് ഇന്നയോളം സഹായിച്ച എല്ലാ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദുഷ്ടന്റെ ആശ നശിച്ചു പോകുന്ന വചനപ്രകാരം അവന്റെ ആശകൾ നശിപ്പിച്ചുകൊണ്ട് അതാവേ ജയകരമായ ഒരു വിശ്വാസം ചെയ്ത് നയിപ്പാൻ കർത്താവിന്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനമെന്ന് നൽകി
അങ്ങനെ ദിവ്യ സ്വഭാവത്തിൽ ഞങ്ങളെ രൂപാന്തരപ്പെടുന്ന കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെയൊക്കെ ദൈവസഭയ്ക്കായി സ്തോത്രം, ദേവദാസും കുടുംബത്തിനായി സ്തുതിക്കുന്നു. ഇന്ന് വെള്ളിയാഴ്ച വിവിധ വിഷയങ്ങളോട് പ്രാർത്ഥിപ്പാം. അങ്ങനെ ആത്മാവ് ഞങ്ങളെ സഹായിച്ച വൻകൃപയ്ക്കായി സ്വന്തം വീണ്ടും അങ്ങനെ നിങ്ങൾ ആയിരിക്കുന്നു ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാവ് കടന്നു വരാൻ സാധിക്കാതെ ഭവനങ്ങളും ജോലി സ്ഥലങ്ങളും ഒക്കെ ആയിരിക്കുന്ന ഞങ്ങൾ ദൈവമക്കൾക്കായി സ്തോത്രം. അതാവ് സ്കൂളും കോളേജിൽ പോയി ഞങ്ങൾ കുഞ്ഞുങ്ങൾക്കായി സ്തുതിക്കുന്നു. ആയിരിക്കുന്ന സ്ഥാനത്തൊക്കെ കർത്താവ് അവരെ കർത്താവ് അനുഗ്രഹിക്കുകയും കാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിവിടെ കൂടി വരുന്ന കർത്താവ് കൂടി വന്ന നിമിത്തമായിട്ട് ഞങ്ങൾക്ക് മാത്രമല്ല അതാവ് കടന്നു വരാത്തവർക്കും കൂടി അത് അനുഗ്രഹമാക്കി ആശ്വാസമാക്കി ബലമാക്കി സൗഖ്യമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാവ് ഈ ദേശ നിവാസികളുടെ വിടുതലിന് അതാവ് ഇന്ന് പകൽ തന്നെ താവി കൂട്ടായ്മ ഒരു അനുഗ്രഹമാക്കി ഒരു താവി പടിയും കൂടി അനുഗ്രഹമാക്കി തീർക്കണമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഡിസ്ട്രിക്റ്റിലെ പ്രവർത്തനങ്ങൾക്കായി സ്തുതിക്കുന്നു. ദേവദാസനോട് ചേർന്ന മറ്റുള്ള ദൈവത്താവ് ദേവദാസന്മാർക്കായി ദൈവമക്കൾക്കായി സ്തുതിക്കുന്നു. സഭാപ്രവർത്തനങ്ങൾക്കായി സ്വന്തം അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ തൃശ്ശൂർ ജില്ലയ്ക്കായി സ്വാതന്ത്ര്യം ചെയ്യുന്നു. തൃശ്ശൂർ പട്ടണത്തിനായി സ്തോത്രം. അതാവ് ഈ കോർപ്പറേഷൻ കർത്താവ് ശക്തിയോടെ അതാവ് ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കോർപ്പറേഷൻ താവി വസിച്ച് പ്രവർത്തിക്കുന്ന കർത്തദാസന്മാരുടെ വേല നിമിത്തം അവരെ താവി കണ്ണുനീർ അവരുടെ പ്രാർത്ഥന അവരുടെ ഹല്ലേലൂയ ഉപവാസ നിമിത്തമായി ഈ ദിവസങ്ങളിൽ ചില പ്രവൃത്തി ദൈവിക പ്രവൃത്തി വ്യക്തമായി സ്പഷ്ടമായി കർത്താവ് വെളിപ്പെടുത്തി അനേക കുടുംബങ്ങളെ വ്യക്തി ജീവിതങ്ങളെ യൗവനക്കാരെ കർത്താനാത്മാവ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമോഹങ്ങൾ വിട്ടോടി ക്രിസ്തുവിനെ സ്നേഹിപ്പാനും ക്രിസ്തുവിലേക്ക് ആയിത്തീരുവാനും മാത്രമല്ല ക്രിസ്തുവിനെ വേലക്കാരായി തീരുവാൻ അനേക യൗവനക്കാരെ കുടുംബങ്ങളെ ഈ ദിവസങ്ങളിൽ കർത്താനാത്മാവ് വിളിച്ച് വേർതിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാവേ സ്വതനായ കർത്താവ് ഞങ്ങളെ സമർപ്പിക്കുന്നു. ദൈവപ്രവൃത്തിക്കായി തങ്ങളുടെ വചനം അതേപോലെ സ്വർഗത്തിന് എന്നേക്കും സ്ഥിരമാക്കുന്ന വചനം വീണ്ടും ഇന്ന് പകൽ ഞങ്ങളുടെ കാതുകൾക്ക് കേൾക്കുവാനുള്ള സൗഭാഗ്യം കർത്താവ് നൽകുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കേൾക്കുന്ന വചനത്താവെ ഞങ്ങളത് ശോധന ചെയ്യുവാൻ അതേപോലെ ഞങ്ങളെ ശുദ്ധീകരിപ്പാൻ ബലപ്പെടുത്തുവാൻ സൗഖ്യമാക്കുവാൻ കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസന്നിധിത്താവെ തീരുമാനമെടുക്കുന്ന പകലാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താവെ സകല വിഷയങ്ങൾക്കായി സ്തോത്രം ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായും ശാരീരമായും അവരുടെ ദാസനും കുടുംബത്തിനും ദൈവസഭയും പിതാവായ ദൈവത്തിനും പുത്രനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രവൃത്തികൾക്കായി സ്തോത്രം പ്രാർത്ഥനയായ സ്തോത്രം സകലവും ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആയിരിക്കുന്ന കർത്താദാസൻ ലോറൻസ് പാസ്റ്റർ ഓർത്തും കുടുംബത്തെ ഓർത്തും സഭയ്ക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു. സ്തോത്രം ഇങ്ങനെ ഈ 2023 വർഷത്തിൻ്റെ സ്തോത്രം ഒക്ടോബർ മാസം 13 ഞങ്ങൾക്ക് കുടുംബമായി നിങ്ങളുടെ ഒപ്പമായിരിക്കാൻ കർത്താവ് നൽകിയ സാവകാശത്തെ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു. സ്തോത്രം ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. സ്തോത്രം ഞങ്ങളിപ്പോൾ പീച്ചി ഡാമിൻ്റെ അടുത്ത് വെലങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പാസ്റ്ററിൻ്റെ വീട്ടിൽ താമസിക്കുകയാണ്. കഴിഞ്ഞ 4 മാസമായിട്ട് അവിടെ താമസിക്കുകയാണ്. എൻ്റെ സ്വദേശം ആലുവയാണ്. എൻ്റെ ഭാര്യയുടെ സ്വദേശം തിരുവല്ല. എൻ്റെ പേര് രാകേഷ്, ഭാര്യയുടെ പേര് റെനിയാണ്. സ്വന്തം ചില സഭകൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കടന്നു പോകാൻ പരിചയപ്പെടാൻ കർത്താവ് സഹായിച്ചു. അതും ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടും. ഞങ്ങൾ താമസിക്കുന്ന ആ ജംഗ്ഷന്ന് അല്ലെങ്കിൽ താമസിക്കുന്ന വീട്ടിലേക്ക് പോകാൻ ഉള്ള ജംഗ്ഷൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിയ ജംഗ്ഷനിൽ ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോഴുള്ള വഴിയിൽ 5 സഭകളുണ്ട്. പെന്തോകോസ്ത് സഭകൾ. പെന്തോകോസ്തിന് അതിൽ ബ്രദംകാരുണ്ട്, ടി പി ഉണ്ട്. എന്നാലും വേർപെട്ട സഭകൾ 5 സഭകളുണ്ട്. സ്വന്തം തിരുവല്ല എൻ്റെ ഭാര്യ നാട്ടിൽ തിരുവല്ല കുമ്പനാട് അറിയാലോ, പെന്തക്കോസ്തിന് കേന്ദ്രമാണല്ലോ. അവിടെ കഴിഞ്ഞ് പിന്നെ പലയിടങ്ങളിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം സഭകൾ ഈ അടുത്താണ് ഇവിടെ കാണുന്നു. സ്തോത്രം. എങ്കിലും ദൈവപ്രവർത്തിക്കായി സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ കഴിഞ്ഞ നാളിലൊക്കെ അനേകം ദേവദാസന്മാർ ഇവിടെ ആ ഭാഗങ്ങളൊക്കെ പ്രവർത്തിച്ചു, പീച്ചി ഭാഗങ്ങളൊക്കെ പ്രവർത്തിച്ചു, പട്ടിക്കാട് ഭാഗത്തൊക്കെ പ്രവർത്തിച്ചു എന്ന് കേൾക്കുവാൻ ഇടവന്നു. അത് നിമിത്തമായി ധാരാളം സഭകൾ സ്തോത്രം ആ പാണഞ്ചേരി പഞ്ചായത്തിൽ തന്നെ ഏകദേശം 100ഓളം സഭകളുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നത് സ്ഥാപിക്കപ്പെട്ടതും സ്വതന്ത്രമായ സഭകൾ. എന്തെന്നായാലും കർത്താവിനെ പ്രവർത്തിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു. അതിന് കർത്താവ് ഉപയോഗിച്ച ദേവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്ന എന്നാൽ അവരെ പിന്തുടർന്ന് ആ വിശ്വാസത്തിന് ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസ ജീവിതത്തെ ഇപ്പോൾ തലമുറ അത് തയ്ക്കാൻ പറ്റുമോ എന്നൊരു സംശയത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാം അവർക്കുണ്ടെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ഒരു കാലഘട്ടം നമ്മൾ ആയിരിക്കുന്നു. ആലയത്തെക്കുറിച്ചുള്ള എരിവ് നഷ്ടപ്പെട്ടു പോയോ ഒരു സംശയത്തിൽ സ്തോത്രം ആയിരിക്കുന്ന ഒരു അനുഭവം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പല ദേവദാസന്മാർ പറയുന്ന കാര്യമാണെങ്കിൽ തന്നെ ഇന്ന് പകൽ സ്വന്തം കർത്താവിന് ആത്മാവ് ഇത്രത്തോളം ചെയ്യുന്നത് കർത്താവ് പറഞ്ഞ പോലെ ചെറിയ കൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ പോലെ കർത്താവ് എത്രത്തോളം അതുകൊണ്ട് എത്ര വലിയ ആശ്വാസം. സർവശക്തനായ ദൈവം മനുഷ്യനോട് തൻ്റെ സഭയോട് പറയുകയാണ് ചെറിയ കൂട്ടമേ. കർത്താവിന് അതേ ഉള്ളൂ. സ്തോത്രം. വലിയ കൂട്ടത്തെ കർത്താവ് കാണാത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു. എങ്കിലും ദൈവപ്രവൃത്തി അവിടെയുണ്ട്. ഉപരിയായി കർത്താവ് തൻ്റെ ചെറിയ കൂട്ടത്തെ മാനിച്ച് അവരെ ആദരിച്ച് ബലപ്പെടുത്തി അതേ സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്ത് യൂദാ ലേഖനം നമ്മൾ വായിക്കുന്ന പോലെ വീഴാതോടെ നമ്മൾ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കം ഇല്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവും ശക്തിയും ബലമുള്ള ഒരു സർവശക്തനായ കർത്താവിനെ പിൻപറ്റുവാനും ആ കർത്താവിൻ്റെ സ്നേഹം ആ നിത്യസ്നേഹത്തിന് ആഴവും ഉയരവും നീളവും വീതിയും ഇന്ന് പകലും അതേ നൽകിയ ആയുസ്സിൽ അത് അനുഭവിച്ച് മുന്നേറുവാൻ
ദൈവാത്മാ നമ്മളെ സഹായിക്കുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കർത്താവ് സ്വന്തം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും സഹായിക്കുകയും ചെയ്യട്ടെ. സ്വന്തം പാസ്റ്റർ വന്ന് ഇങ്ങനെ പരിചയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു പാസ്റ്ററോട് വന്ന് പരിചയപ്പെടുമ്പോൾ എൻ്റെ ഭാര്യ പാസ്റ്റർ വിഷയം ഞങ്ങൾക്ക് വല്ല വിഷയമുള്ളത് ചോദിച്ചാൽ ഞാൻ എവിടെയും വിഷയം പറയാറില്ല. പ്രാർത്ഥിക്കാൻ ഇഷ്ടം വിഷയങ്ങളുണ്ട്, ഇല്ലാത്തതുകൊണ്ട് എല്ലാ ഇല്ലായ്മയുണ്ട്, സ്വന്തം ശൂന്യാവസ്ഥയുണ്ട്, സകലവും ഉണ്ടെങ്കിലും പ്രാർത്ഥനാ വിഷയമില്ലെല്ലാം കർത്താവ് സ്വത്രത്തോടെ അർപ്പിച്ച് ഞങ്ങൾ കർത്താവിനെ വേല ചെയ്യുന്നു. എന്നാൽ ആദ്യമായിട്ടാണ് പാസ്റ്ററോട് ഇങ്ങനെ ഒരു സ്ഥലത്ത് പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ ഭാര്യ കൊണ്ട് പ്രാർത്ഥിക്കും. അങ്ങനെ പലയിടത്തും പോകുമ്പോൾ ചിലപ്പോൾ സാവകാശം ലഭിക്കാത്തതുകൊണ്ട്, നമ്മൾ കുറച്ച് ജനമാണല്ലോ, ഇനി പേരില്ലാത്തതുകൊണ്ട് അറിയാത്തതുകൊണ്ട് ചിലപ്പോൾ പാസ്റ്റർമാർ പറയാറുമില്ല. എല്ലാവരും പ്രാർത്ഥിക്കാൻ പറയുന്ന കൂട്ടത്തിൽ എൻ്റെ ഭാര്യ ചിലപ്പോൾ ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെ എനിക്ക് അറിയില്ല, ചിലപ്പോൾ ഒരു നമ്മൾ പറയുന്ന ഒരു ആത്മീയമായൊരു അടുപ്പം തോന്നിയേണ്ടാണോ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യത്തിലാണ് ഞങ്ങൾ പറഞ്ഞത്. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. പാസ്റ്റർ ക്ഷമിക്കണം പറഞ്ഞത് പ്രാർത്ഥന ആയതുകൊണ്ട് കുഴപ്പം അറിയാം, തെറ്റല്ല. പക്ഷെ എങ്കിലും സ്തോത്രം, കർത്താവ് സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വിവിധ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, പ്രത്യേകിച്ചും സഭയിലയക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങൾക്ക് അവരെ അറിയില്ല, ആരെയും കണ്ടില്ല. പക്ഷെ എന്നാലും നിങ്ങളുടെ സഭയുടെ പ്രാർത്ഥനയോട് ചേർന്ന് സ്വതന്ത്രം ഞങ്ങളുടെയും പ്രാർത്ഥന അവർക്കത് അനുഗ്രഹമായി തീരട്ടെ. സ്തോത്രം. സഭ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചതും ഞങ്ങൾ ഒരു കാര്യം നിങ്ങൾക്ക് അറിയില്ല, പക്ഷേ ഞാൻ എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞങ്ങൾ കുടുംബമായി പോകുന്ന ഇടങ്ങളെല്ലാം പറയാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ പറയുന്ന കാര്യമാണ്. സഭ ഞങ്ങൾക്ക് വേണ്ടി ഒരു തവണ വന്നിട്ടുള്ളൂ. ഒരു തവണ നിങ്ങൾ പ്രാർത്ഥിച്ചു, പക്ഷേ അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ സന്തോഷം, വലിയ ബലമാണ്. ആ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ശുശ്രൂഷയുടെ അവസാനം വരെ നിലനിൽക്കും. അതിൻ്റെ അനുഗ്രഹം എനിക്ക് നിലനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കാര്യം മറ്റുള്ളവർ കാര്യം എനിക്കറിയില്ല, പക്ഷേ എൻ്റെ വിശ്വാസം, ഞാൻ ഒരു സഭയിൽ പോയ ഒരു കൂട്ടായ്മയിൽ പോയാൽ അവർ ഒരു തവണ എനിക്ക് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ആ പ്രാർത്ഥനയുടെ അനുഗ്രഹം അത് അവസാനം വരെ നിൽക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അതോടൊപ്പം ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ അയക്കുന്ന അതേ തൃശ്ശൂർ പട്ടണത്തിൽ സ്തോത്രം ഇങ്ങനെ ഒരു ദൈവസഭയെ കർത്താവ് സ്ഥാപിച്ചു. അത് സ്തോത്രം ചെയ്യുന്ന ദൈവസഭയുടെ ഇന്നത്തെ പ്രാർത്ഥന ഞങ്ങൾക്കും ഒരു അനുഗ്രഹമാകുന്നു എന്നോർത്തും കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. വേഗത്തിൽ 1-2 വാക്യങ്ങൾ വായിച്ചു, 1-2 കാര്യങ്ങൾ വേഗത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ. പത്രോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ നിങ്ങൾക്ക് അറിവ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ ഓർമ്മയെ ഞാൻ പരമാർത്ഥ ഹൃദയത്തെ ഞാൻ ഉണർത്തുന്നു. അത്ര ഞാൻ ഇന്ന് പത്രോസ് അത് പറഞ്ഞെങ്കിൽ പിന്നെ അതിൽ കൂടുതൽ എനിക്ക് പറയാൻ ഇല്ല. സ്തോത്രം. ഇപ്പോൾ പിടിച്ച മീൻ എൻ്റെ കയ്യിൽ ഇല്ല. പഴയ ഇതിനകത്തുള്ള മീനുള്ളൂ, ഇതിനകത്തുള്ള മഞ്ഞുള്ളൂ. പക്ഷേ അത് ചൂടോടെ തരാൻ വേണ്ടി ദൈവാത്മാവ് എന്നുള്ള ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവ് എന്ത് തന്നോ ഇതിൽ എഴുതപ്പെട്ടത് സ്തോത്രം, അത് ഹല്ലേലൂയ, അത് നിങ്ങളൊന്ന് ഓർപ്പിക്കുക. നിങ്ങൾ മനസ്സിലതുണ്ട്, പക്ഷെ ഒന്ന് ഓർപ്പിക്കുക മാത്രം ഞാൻ താല്പര്യപ്പെടുന്നു. ദൈവദാസനെ ഓർപ്പിച്ച പോലെ നമുക്കറിയുന്ന വളരെ നന്നായി അറിയുന്ന കാര്യമാണ്. ഈ ദിവസങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇസ്രായേലിലെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും ഞായറാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ എല്ലായിടത്തും പ്രസംഗ വിഷയം, എല്ലാവരെയും സംസാര വിഷയം യുദ്ധവുമാണ്. സ്വന്തം ഇസ്രായേലാണ്. ഇസ്രായേലെ കുറിച്ചുള്ള പേര് എടുക്കാത്ത നാവുകൾ ലോകത്തിൽ എവിടെയും ഇല്ലായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. സ്തോത്രം. അപ്പോൾ പക്ഷേ ഇന്ന് എനിക്ക് അതൊന്നും പറയാനില്ല. പക്ഷേ അതൊക്കെ ഒരു വശത്തുകൂടി നടക്കും. പക്ഷേ അത് നടക്കേണ്ട പോലെ നടക്കും. അവർ അവിശ്വസരായിരുന്നിട്ടും ദൈവം അവരോട് വിശ്വസത കാണിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഒരു മനുഷ്യന് കൊടുത്തൊരു വാഗ്ദത്തം, നിൻ്റെ സന്തതി ഞാൻ അനുഗ്രഹിക്കുന്നു പറഞ്ഞത് ഇന്ന് വരെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. ലോകം ഭയപ്പെടുന്ന ഒരു ചെറിയ കൊച്ചു രാജ്യം, കേരളത്തിന് പകുതിയുള്ളൂ, പക്ഷേ അവരെ ലോകം ഭയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ അന്ന് അബ്രാമിനോട് കൊടുത്ത ആ വാഗ്ദത്തം, അബ്രാം അതിനുവേണ്ടി ബൈബിളിൽ ഞാൻ കണ്ടില്ല, അബ്രാം ഉപവാസം എടുത്തില്ല, അബ്രാം അതിനുവേണ്ടി പ്രാർത്ഥിച്ചില്ല, കരഞ്ഞില്ല. പക്ഷേ ദൈവത്തിൻ്റെ സമയങ്ങളൊക്കെ വന്നു. പലപ്പോഴുമായിട്ട് അബ്രാം തെറ്റിച്ചു. ആ വാഗ്ദത്തം വൈകിപ്പോയി. അബ്രാമിൻ്റെ കാരണം കൊണ്ട് വൈകിപ്പോയില്ല. പക്ഷേ അബ്രാം അതിനുവേണ്ടി കരഞ്ഞോ പ്രാർത്ഥിക്കുകയോ ഉപവസിക്കുകയോ ഒന്നും ചെയ്തതായിട്ട് ഞാൻ ബൈബിൾ കണ്ടില്ല, ഞാൻ മനസ്സിലാക്കിയില്ല. പക്ഷേ എങ്ങനെയായാലും കാരണം ദൈവം വിശ്വസ്തനാകുന്നു. അവനാണ് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാകുന്നു. അവൻ ചിലപ്പോൾ നിവർത്തിക്കും, ചിലത് നിവർത്തിക്കില്ല. മകന് കൊടുക്കുന്നവന് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു, നീ നിൽക്കുന്ന ദേശം ഞാൻ നിനക്ക് അവകാശമായി തരും. അത് അബ്രാമിന് കൊടുത്തില്ല. 10 വാഗ്ദത്തം ഉദാഹരണം ലഭിക്കുകയാണെങ്കിൽ 5 കിട്ടുള്ളൂ, 5 കിട്ടൂല. എബ്രാഹിം ലേഖനം പറയാണ്, ഇവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല, പക്ഷേ പ്രാപിക്കാതെ വിശ്വാസത്തിൽ മരിച്ചു. 13-ാം വാക്യം പറയുന്നത് അവർ വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല, പക്ഷേ വിശ്വാസത്തിൽ അവർ മരിച്ചു. വിശ്വാസത്തിൻ്റെ നായകനായ യേശുവിനെ കണ്ടുകൊണ്ട് അവനെ പിൻഗമിച്ചുകൊണ്ട് അവർ വിശ്വാസത്തിൽ അതേ സ്ഥലത്ത് ജനിച്ചു, വിശ്വാസം നടന്നു, വിശ്വാസത്തിൽ മരിച്ചു. അതാണ് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വാഗ്ദത്തങ്ങൾ ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ വേറെ വിഷയം, അത് ഭൗതികമായ വാഗ്ദത്തം ആണല്ലോ. പക്ഷേ അവൻ തന്ന വലിയ സ്വർഗീയമായ വാഗ്ദത്തങ്ങൾ അത് ഇന്നും നടന്നുകൊണ്ടിരിക്കും. നമുക്ക് വാഗ്ദത്തം കർത്താവ് തന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ പോയാൽ നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ അയക്കും, സമാധാനദായകനെ അയക്കും, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അത് ഇന്നും സംഭവിക്കുന്നു. മാത്രമല്ല പരിശുദ്ധാത്മാവിനെ ശക്തി പ്രാപിപ്പാൻ നമുക്ക് കരുണ ലഭിച്ചോത്തം ദൈവത്തെ സ്തുതിക്കും. അന്യഭാഷ കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് നമ്മൾ കാണിച്ച് കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നത്. രണ്ടാമത് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കുന്നു. പരിശുദ്ധാത്മാവിനെ തന്നവനാണെങ്കിൽ അതും ചെയ്യാതെ ഇരിക്കില്ല. കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ വേഗം വന്ന് നിങ്ങളെ
ചേർത്തോളും. സ്തോത്രം. പ്രൈസ് ലോർഡ്. വീണ്ടും കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു. പ്രൈസ്. എന്തിനു വേണ്ടി? വേഗത്തിൽ തൻ്റെ കാന്തിയെ കൊണ്ടുപോകാൻ വേണ്ടി, തൻ്റെ സഭയെ കൊണ്ടുപോകാൻ, ഇവിടെയുള്ള കഷ്ടങ്ങൾ വിട്ട്, ഇവിടെയുള്ള നഷ്ടങ്ങൾ മറന്ന്, ഇവിടെയുള്ള അതേ മറ്റുള്ള ശാപങ്ങളും വിട്ട് ഹല്ലേലൂയ സ്വാതന്ത്ര്യത്തോടെ അവനെ സ്തുതി സ്തോത്രങ്ങളോടെ സ്തോത്രം മഹത്വപ്പെടുത്തുവാൻ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവിൽ കർത്താവിനെ മഹത്വം കരയറ്റുവാൻ കർത്താവ് തിടുക്കം കാണിക്കുകയാണ് സഭയെ കൊണ്ടുപോകാൻ. പക്ഷേ സഭയ്ക്ക് ആ തിടുക്കം ഉണ്ടോ എന്നാണ് ഇന്നത്തെ കാലത്തെ വിഷയം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവ് വീണ്ടും ഹല്ലേലൂയ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട്, നിൻ്റെ ഭാര്യ ഉണ്ടാവില്ല, ഭർത്താവ് ഉണ്ടാവില്ല, പാസ്റ്റർ ഉണ്ടാവില്ല, സഭ ഉണ്ടാവത്തില്ല, മക്കളുണ്ടാവില്ല, പക്ഷേ എന്തുണ്ടാവും? ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും. ആ കർത്താവിൻ്റെ വാഗ്ദത്ത വചനത്തിനായി സ്തോത്രം. സമാധാനദായകനായി, ആശ്വാസദായകനായി, സൗഖ്യദായകനായി കർത്താവ് ഇന്നോളം ഈ നിമിഷം വരെയും ഇനിയും നമ്മുടെ ആയുസ്സിന് അവസാനം വരെയോ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവെങ്കിൽ വരെയും കർത്താവ് ആ വാഗ്ദത്തങ്ങൾ നിവർത്തി തന്നെ ആക്കി തരും. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലൻ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന് 24-ാം വാക്യം. അപ്പോൾ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന് 24-ാം വാക്യം. നിങ്ങളെ വിളിക്കുന്ന വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. സ്തോത്രം. അതോ ഫിലിപ്പർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ഫിലിപ്പർ 1:4. ഫിലിപ്പിയർ 1:4 വാക്യം. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിന് തികയ്ക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. സ്തോത്രം. പൗലോസ് പറയാണ്, ഹല്ലേലൂയ സഭകൾക്ക് എഴുതുമ്പോൾ പറയാണ്, നിങ്ങൾ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചു. കാരണം നല്ലവനായ ദൈവമാണ്. അവൻ എന്ത് ചെയ്യും? നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം പിതാവാദികൾ തികയ്ക്കുവാൻ അവൻ വിശ്വസനാകുന്നു. പക്ഷേ അവൻ്റെ കൂടെ നിന്നാലേ തികവ് സംഭവിക്കുള്ളൂ. മാത്രമല്ല തെസ്സലോനിക്കയിൽ നമ്മൾ വായിച്ചത് കർത്താവ് വിശ്വസൻ, നിങ്ങളെ വിളിക്കുന്ന വിശ്വസനാകുന്നു, അവനത് നിവർത്തിക്കും. എന്ത്? അവൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം നിവർത്തിക്കുക തന്നെ ചെയ്യും. ഒരു മാറ്റവുമില്ല. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള 300ഓളം വാഗ്ദത്തങ്ങൾ നിവർത്തിയായെങ്കിൽ, 1-ാം വരവ് നിവർത്തിയായെങ്കിൽ, 2-ാം വരവിനെ കുറിച്ച് 600ഓളം വാഗ്ദത്തമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ 600 വാഗ്ദത്തങ്ങൾ ആർക്കും ഇതുവരെ പൂർണ്ണമായി നമുക്ക് അറിയാം, അല്ലെങ്കിൽ അതിന് ധ്യാനിച്ച് അതിനെ സമയം എടുത്ത് ആരും പഠിക്കാൻ സാധിച്ചില്ല. ഉണ്ട് കാര്യങ്ങൾ. സ്വതം. പക്ഷേ അത് ഉപരിയായി ആ ഏതെങ്കിലും ഒന്നിൽ വിശ്വസിച്ചാൽ മതി, അത് നമ്മുടെ ജീവിത അനുഗ്രഹമായി തീരും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞാൽ ഞാൻ വേഗം വരും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം. അപ്പോൾ ഇവിടെ ഭവനത്തിന് ഇല്ലാതെയും അത് വാടകയ്ക്ക് താമസിക്കുന്നതോടും ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമാണ്, വാടകയ്ക്ക് താമസിക്കാൻ മേൽക്കൂര ഉള്ളൊരു ഇടമുണ്ടല്ലോ. മഴ പെയ്യാതെ മഴവെള്ളം കൊള്ളാതെയും വെയിൽ കൊള്ളാതെയും ഒരു ഇടം കർത്താവ് ഒരുക്കിയെങ്കിൽ അത് സ്തോത്രം. മാസം മാസം വാടക കൊടുക്കുവാൻ വഴി കർത്താവ് തുറന്നാൽ സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഇതിലും ഉപരിയായി നല്ലൊന്ന്, അതേ സന്ധ്യത്തോളം ജീവിക്കുവാൻ, നിത്യതയിൽ ജീവിക്കുവാൻ കർത്താവ് നമുക്ക് വേണ്ടി ഒരു സ്വർഗീയ ഭവനം ഒരുക്കുന്നുണ്ട്. അത് ഓരോരുത്തർക്കും വേണ്ടിയാണ്. ഈ വീട്ടിൽ താമസിക്കുമ്പോൾ അത് ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, ചിലപ്പോൾ അവരുടെ അപ്പനുണ്ടാവും, അമ്മയുണ്ടാവും. സ്വന്തം അത്രയും അംഗങ്ങളുള്ള ഒരു സ്ഥലമാണ് ഈ വീട്. പക്ഷേ സ്വർഗീയ വീട്ടിൽ ഓരോരുത്തരും ഒറ്റയ്ക്കാണ്. അതോടെ കർത്താവിനെ വിശ്വസിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. എല്ലാവർക്കും കൂടി ഒരുമിച്ചൊരു വീടല്ല, ഓരോരുത്തർക്കും ഒരു ഭവനം, ഓരോരുത്തർക്കും ഒരു ഇടം ഞാൻ ഒരുക്കുന്ന ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്ന് 1-2 കാര്യങ്ങൾ വേഗത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ക്ഷീണിച്ച് പോകുന്ന അനുഭവങ്ങൾ ആദിമ നൂറ്റാണ്ടിൽ സഭയ്ക്കുണ്ട്. അല്ല സ്തോത്രം. 40 ലക്ഷം ജനത്തെ ദൈവം അത് മരുഭൂമിയിൽ കൂടി നടത്തിയപ്പോൾ ഹല്ലേലൂയ അതിന് ചൂടും വെയിലും അത് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടും ഹല്ലേലൂയ കർത്താവ് അവർക്ക് AC മുറികൾ കൊടുത്തിട്ട്, എന്നാൽ മേഘസ്തംഭം അഗ്നിസ്തംഭമൊക്കെ കൊടുത്തിട്ടും അത് ജീവന ജലവും അത് സ്വർഗത്തിൽ നിന്ന് അത് സ്വർഗീയമായ മന്ന കൊടുത്തിട്ടും ഈ ജനം ക്ഷീണിച്ചു പോയ അനുഭവം ഉണ്ടായി, പിന്മാറിപ്പോയ ദൈവത്തോട് പിറുപിടുത്ത അനുഭവങ്ങൾ ഉണ്ടായി. പക്ഷെ അവളെല്ലാം അവരോട് ക്ഷമിച്ച് സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ കൊല്ലിൻ്റെ ആൾക്കാരെ കൊല്ലും കഥ ചെയ്തു. എല്ലാവരും കടന്നു, ആകെ 2 പേര് കടന്നു. 40 ലക്ഷം 6000 അതേ പടയാളികൾ, അത് പടയാളികളോട് ഒത്തമുള്ള അത് കഴിവുള്ള സ്വതം യവനക്കാർ ഇറങ്ങിയതിനകത്ത് അല്ലെങ്കിൽ 2 പേർ മാത്രം കനാൻ ദേശം കടന്നുള്ളൂ. കണ്ടവർ പലരുണ്ട്, പക്ഷെ കടന്നത് 2 പേരോളൂ. സ്തോത്രം. കർത്താവിൻ്റെ വാഗ്ദത്തം നിവർത്തി അവൻ ചെയ്തു. സ്തോത്രം. ഈ ജനത്തെ നയിക്കുന്നല്ല അല്ലെങ്കിൽ കടത്തുന്നല്ല പറഞ്ഞേ, ഈ ഞാൻ വിളിച്ച് വേർതിച്ച ജനതയെ ഞാൻ അങ്ങോട്ട് നയിക്കും. അത് ചെയ്തു. അവരുടെ തലമുറയെ അവൻ കൊണ്ടുപോയി. പക്ഷേ പിറുപെടുത്തവരെ എല്ലാം ഘട്ടം ഘട്ടമായി കർത്താവ് സ്തോത്രം അത് ഹല്ലേലൂയ ഇത് ചെയ്തു, അവൻ മരണത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു. കാരണം അവൻ വിശുദ്ധനായ ദൈവമാണ്. അവൻ്റെ വാഗ്ദത്തം ഒരു മാറ്റവുമില്ല. അത് എൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് നടന്നാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. മറുവശം സ്തോത്രം നിങ്ങൾ അനുസരിച്ച് നടക്കാതിരുന്നാൽ നിങ്ങൾ തന്നെ അതിലേക്ക് തെറ്റിപ്പോകും. സ്തോത്രം. അപ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് കർത്താവ് അത് ആദ്യമേ ആ വഴി കാണിച്ചു കൊടുത്തു. ഇങ്ങനെ പ്രമാണിക്കണം, ഇന്നെന്ന കാര്യം ചെയ്യണമെന്ന് അത് ഓരോരുത്തർക്കും പറഞ്ഞു കൊടുത്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. അതാണ് പുസ്തകത്തിൽ പിന്നെ എഴുതി വെച്ചത്, ഇത് പ്രമാണിച്ച് നടക്കുവാൻ. ഹല്ലേലൂയ. അതേ തൻ്റെ പ്രമാണങ്ങൾ സംഗീതകാരൻ
12 പറഞ്ഞ പോലെ യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ പ്രമാണങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഏറ്റവും ഇഷ്ടപ്പെടുവാൻ, അതിൽ രസിക്കുന്ന അനുഭവം 119 പല വാക്യങ്ങൾ പറയുന്നത് അതിൽ രസിക്കുവാൻ, അതിൽ പ്രമോദം കണ്ടെത്തുവാൻ. സ്തോത്രം. കുഞ്ഞുങ്ങളോട് ചോദിക്കാനൊക്കെ, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് രസം ഏതിലാണുള്ളത്? അവർ പറയും ചിലർ പറയും കളിക്കാനാണ്, ചിലർ പറയും TV കാണാനാണ്, വേറെ അങ്ങനെ ഓരോ ഹോബീസ് ഉണ്ട്. സ്തോത്രം. അതിൽ പക്ഷേ ഉപരിയായ വചനം പറയാൻ, വചനത്തിൽ രസിക്കുവാൻ. വചനത്തിൽ രസിക്കുമ്പോഴേ അതിൻ്റെ സ്തോത്രം ശക്തി നമുക്ക് സൗഖ്യമായി തീരത്തുള്ളൂ, നമുക്ക് സമാധാനമായി തീരത്തുള്ളൂ, നമുക്ക് ആശ്വാസമായി തീരത്തുള്ളൂ. സ്തോത്രം. അത് കർത്തദാസന്മാർ വെള്ളിയാഴ്ച ഞായറാഴ്ച ഇടക്കൂട്ടലിലൊക്കെ അവർ ഘോഷിക്കുന്ന വചനം നാം വീട്ടിൽ പോയി അല്ലെങ്കിൽ അത് ധ്യാനിക്കുമ്പോൾ മാത്രം നമ്മുടെ എല്ലാ ദിവസവും പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന ആയിക്കോട്ടെ, വ്യക്തിപരമായ പ്രാർത്ഥന ആയിക്കോട്ടെ, അതിൽ നാം ദൈവത്തിന് വചനം അതേ സ്വന്തം ധ്യാനിക്കുമ്പോൾ ദൈവവചനമാണല്ലോ, ദൈവമാണ്. ആ ദൈവത്തെ നാം ഭക്ഷിക്കുമ്പോൾ നമുക്ക് അന്ന് പകൽ, ഈ വെള്ളിയാഴ്ച പകലത്തെ അത് അനുഗ്രഹവും ആശ്വാസം കൃപയ്ക്ക് വേണ്ടി ഇന്ന് പകൽ എഴുന്നേറ്റ് ധ്യാനിച്ചാലേ ഇന്നത്തെ ജീവിതം നയിക്കാൻ സാധിക്കുള്ളൂ. നാളത്തേക്കുള്ളത് നാളെയാണ്. പ്രൈസ് ദി ലോർഡ്. അതല്ലെങ്കിൽ അത് പോരാ. നാളത്തേക്കുള്ള ശക്തി നാളെ പകൽ കർത്താവ് ആയുസ് മാർഗ്ഗം നൽകിയാൽ എഴുന്നേറ്റ് കർത്താവിനെ സ്തുതിച്ച് ധ്യാനിച്ച് വേണം മുന്നോട്ട് പോകാൻ. സ്തോത്രം. പൗലോസ് ആ സഭകൾക്ക് ആ ധൈര്യം ബലം കൽപ്പിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ഒത്തിരി മിഥ്യയായ അന്ധവിശ്വാസങ്ങൾ ദൈവസഭകൾ അല്ലെങ്കിൽ പെന്തക്കോസ്ത് സഭകൾ ഈ ചില നാളുകളായിട്ട് കയറി വന്നിട്ടുണ്ട്. അതൊന്നാണ് വലിയവനാകണം. പേര് ചൊല്ലി നമ്മളെ വിളിച്ചിരിക്കുന്ന വചനം പറയുന്നു അല്ലേ? പേര് ചൊല്ലി നമ്മളെ വിളിച്ചിരിക്കും. എന്നെ രാകേഷ് ചൊല്ലിയ കർത്താവ് വിളിച്ചത്. എൻ്റെ അപ്പനമ്മയ്ക്ക് ആ പേര് കൊടുത്ത ദൈവമാണ്. എൻ്റെ അപ്പന് അമ്മയ്ക്കും ആ പേര് കൊടുക്കുവാനുള്ള ബുദ്ധി നൽകിയത് സർവശക്തൻ ദൈവമാണ്. പേര് ചൊല്ലിയാണ് വിളിച്ചിരിക്കുന്നു. പക്ഷേ ഈ പേര് എത്രത്തോളം വലുതാകണമെന്ന് ദൈവത്തിനറിയാം. സ്തോത്രം. ഞാൻ അതിനുവേണ്ടി ബന്ധപ്പെടുന്നു. ഞാൻ ദൈവത്തോട് കൂടെ നിന്നാൽ മതി. ഞാൻ അവനോട് കൂടെ നിന്നാൽ മതി. ഞാൻ അവനൊന്ന് അറിഞ്ഞാൽ മതി. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. എവിടെ ഉയർത്തും? ലോകത്തിലുള്ള ഉപരിയായ ആത്മശക്തിയിൽ ഉയർത്തും, വിശ്വാസത്തിൽ ഉയർത്തും. അതേ പ്രത്യാശ ഞാൻ ഉയർത്തും. കാരണം നമ്മുടെ വിശ്വാസം ഇടിച്ചു കളയുന്ന ഒരു ലോകത്തിൽ നമ്മൾ ആയിരിക്കുന്നത്. നമ്മുടെ പ്രത്യാശ ഇടിച്ചു കളയുന്ന ഒരു ലോകത്തിലാണ്, ഒരു വിശ്വാസ ലോകത്തിൽ കൂടിയാണ് നമ്മൾ ആയിരിക്കുന്നത്. കൂട്ട് വിശ്വാസികളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കൂട്ട് ദൈവദാസന്മാർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം ഡിസ്ട്രിക്റ്റിലെ മറ്റുള്ള സഭകളിലെ ദൈവദാസന്മാർ 10, 12, 20 പേര് എത്ര പേരായാലും അവരെല്ലാവരും ഒരുപോലെ വിശ്വാസമുള്ളവരല്ല. സ്തോത്രം. നമ്മളെ പരിഹസിക്കുന്ന ദൈവദാസൻ കുടുംബത്തെ പരിഹസിക്കുന്നവർ അതിലുണ്ട്. കർത്താവ് വെച്ച കാര്യം. പക്ഷേ അതിൻ്റെ മധ്യേ നാം നിന്ന് പോകണമെങ്കിൽ, അല്ലെങ്കിൽ വിശ്വാസം അത് നിലനിന്ന് പോകണമെങ്കിൽ അത് ആത്മശക്തി ഓരോ ദിവസവും പ്രാപിച്ച് ആത്മാവിൻ്റെ പുതുക്കത്തിലും ജീവൻ്റെ പുതുക്കത്തിലും നാം അതേ സ്തോത്രം അത് ജീവിച്ചാലേ നമുക്ക് അതേ ജയകരമായ ജീവിതം നയിക്കാൻ സാധിക്കുള്ളൂ. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ പേര് നാമായിട്ട് ഉയർത്തണ്ട. അത് ഉയർത്തുവാൻ എവിടെയാണ്? അത് പഞ്ചായത്തിലായിക്കോട്ടെ, ഈ ഡിസ്ട്രിക്റ്റിലായിക്കോട്ടെ, അത് കേരളത്തിലായിക്കോട്ടെ, എവിടെയാലും ഉയർത്തുവാൻ ദൈവത്തിന് ഉദ്ദേശിച്ചും കർത്താവ് ഉയർത്തും. അങ്ങനെ ഒത്തിരി ആൾക്കാർ കർത്താവ് ഉയർത്തിയിട്ടുണ്ട്, പേരുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ പേരുകൾ എഴുതാത്ത ചിലരുടെ രണ്ട് പേരുടെ കാര്യം ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹം. പേരില്ലാത്ത പക്ഷെ കർത്താവ് ഉപയോഗിച്ച 2 ദേവദാസന്മാരുടെ കാര്യം. സ്വത്രം. അത് ദേവദാസനായിക്കോട്ടെ, പാസ്റ്റർ ആയിക്കോട്ടെ, പ്രവാചകനായിക്കോട്ടെ, വിശ്വാസി ആയിക്കോട്ടെ, പേരില്ലാത്തവരാ. സ്വത്രം. അപ്പോൾ ദൈവമക്കളെ നമുക്ക് ഭാരപ്പെടണം. അയ്യോ എൻ്റെ പേര് വിളിച്ചില്ലല്ലോ. പേര് വിളി ഇവിടെ വേണ്ട, അവിടെ പേര് വിളിക്കുന്നത്. പേര് വിളിക്കുവാൻ ഞാൻ അവിടെ കാണുവാൻ, ആ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇവിടെ സഭയിൽ നമ്മുടെ പേര് വിളിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ മാസയോഗത്തിലോ ഡിസ്ട്രിക്റ്റിലെ മീറ്റിങ്ങിലോ ഒന്നും നമ്മുടെ പേര് വിളിച്ചില്ലെങ്കിലും, സൺഡേ സ്കൂളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പേര് വിളിച്ചില്ലെങ്കിലും, നമ്മൾ അത് ആദരവ് ലഭിച്ചില്ലെങ്കിലും അവിടെ അവൻ പേര് വിളിക്കണം. പേര് വിളിക്കുമ്പോൾ നാമും എഴുന്നേറ്റ് പോകണം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ആശ്വാസത്തിന് വേണ്ടി, ഒരു ധൈര്യത്തിന് വേണ്ടി അത് എന്ന് സ്വതം അത് പഴയ നിമിത്തനും പുതിയ നിമിത്തനും അതേ 2 അങ്ങനെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് അതേ ഒരു പരാമർശം നടത്തിയിട്ട് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അതിന് അപ്പോസ്തലൻ പൗലോസ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന് 12-ാം വാക്യം. 2 കൊരിന്ത്യർ 8:18. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 12-ാം വാക്യം. നമ്മുടെ ഞങ്ങൾ അവനോടുകൂടെ ഒരു സഹോദരനെയും അയച്ചു. ഞങ്ങൾ അവരോടുകൂടെ ഒരു സഹോദരനെ അയച്ചു. ഒരു പേരില്ല, സഹോദരനാ. പൗലോസ് നല്ലോണം അറിയാം ആ മനുഷ്യനെ. പക്ഷേ എന്താണ് പേര്? പൗലോസ് എഴുതിയിട്ടില്ല. പൗലോസ് മറന്നതാണോ? അല്ല. കാരണം എഴുതിച്ചത് പരിശുദ്ധാത്മാവല്ലേ. മാത്രമല്ല പൗലോസിന് ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രശ്നമൊന്നുമില്ല. കാരണം വേറെ ഒന്നുമില്ല, പേരാണല്ലോ. പക്ഷേ മനഃപൂർവ്വമായി അത് എഴുതിച്ചില്ല. എന്തിനു വേണ്ടിയാ? എല്ലാ പേരും ദൈവത്തിന് അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ ദൈവമാണ് വിളിച്ചത്. വിശുദ്ധ വിളിയാൽ, പരമ വിളിയാൽ, അതേ ഉന്നത വിളിയാലാണ് നമ്മൾ വിളിച്ചത്. വിളിച്ചവനെ അറിയാം നമ്മൾ ആരാണ്. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടി വിളിച്ചെന്ന് കർത്താവിനെ അറിയാം. പക്ഷെ അവനോട് കൂടെ നിന്ന് അതേ ഒന്ന് ജീവിക്കണം, നടക്കണം എന്ന് മാത്രം കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞങ്ങളോട് കൂടെ ഒരു സഹോദരനെയും സുവിശേഷം
അവൻ്റെ കാര്യം എന്താണ്? സുവിശേഷ സംബന്ധമായ അവൻ്റെ പുകഴ്ച. അവൻ്റെ പുകഴ്ച ഏതിലാണ്? സുവിശേഷത്തിലാണ് അവൻ്റെ പുകഴ്ച. എനിക്ക് വീടുണ്ട്, എനിക്ക് വണ്ടിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മക്കൾ അമേരിക്കയിലും ദുബൈയിലാകുന്നു എന്നല്ല. പിന്നെ ഞാൻ ശുശ്രൂഷയിൽ വളർന്ന് ഞാൻ സെൻട്രൽ മിനിസ്റ്റർ ആയെന്നല്ല. പിന്നെ എന്താണ്? സുവിശേഷ ഘോഷണത്തിനാണ് തൻ്റെ പ്രശംസ. അല്ലേ? തൻ്റെ പുകഴ്ച. അതെ, സുവിശേഷ ഞാൻ അതേ സ്വന്തം 10 പേരോട് അറിയിച്ചു. എൻ്റെ പുകഴ്ച അതിലാണ്. ഹല്ലേലൂയ. ഞാൻ കഷ്ടപ്പെട്ടെങ്കിലും പ്രൈസ് ഞാൻ സുവിശേഷം അറിയിച്ചു. ഞാനത് 2 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ 2 പേർക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയും എൻ്റെ മക്കൾക്ക് വേണ്ടിയല്ല, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഇടിവിൽ നിന്നു ഞാൻ ഉപവസിച്ചു. ഹല്ലേലൂയ. അയൽവാസിക്ക് വേണ്ടി ഞാൻ നിന്നു. രക്ഷിക്കപ്പെടാത്ത പിന്മാറ്റക്കാർക്ക് വേണ്ടി ഞാൻ നിന്നു. എവിടെ? ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. അതിലാണ് തൻ്റെ പുകഴ്ച. വായിച്ചോ. അത് എന്ത് ചെയ്തു? സകല സഭയിലും പരന്നു. താൻ പരത്തിയതല്ല, ദൈവം അത് പരത്തി. എന്ത് ചെയ്യുന്നു? എല്ലാവർക്കും ഇപ്പോൾ അറിയാം. സഭയിൽ പോകുമ്പോൾ, ഡിസ്ട്രിക്റ്റിൽ പോകുമ്പോൾ എല്ലാവർക്കും അറിയാം ആ പാസ്റ്റർ അല്ലെങ്കിൽ ആ വിശ്വാസി. പേരെ വലിയപ്പെടുത്തില്ല, പക്ഷേ അവൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. സ്വന്തം ഇടിവിൽ നിൽക്കുന്ന ഉപവസിക്കുന്ന ആ തനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി, സുവിശേഷ ഘോഷണത്തിന് വേണ്ടി തന്നെ എവിടെ പോയാലും. അതേ സ്വന്തം ഒരു കവല പ്രസംഗമുണ്ടോ, ഒരു പരസ്യം കൊണ്ട് വിളിച്ചാൽ വരുന്ന ആൾ, അതേ ഏതെങ്കിലും മീറ്റിംഗ് ഉണ്ടോ അവിടെ വരും. സ്വത്രം അത് താൻ പ്രസംഗിക്കാൻ മാത്രം, തന്നെ പ്രസംഗിക്കാനുള്ള താല്പര്യം മാത്രമല്ല, അവിടെ ഇരുന്ന് ദൈവമക്കൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി കരയാൻ താല്പര്യമുള്ള ഒരു മനുഷ്യൻ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ ശ്രുതി, അവനെക്കുറിച്ച് സഭകൾക്ക് എല്ലാവർക്കും അറിയാം. വായിച്ചോ. അത്രയുമല്ല ഞങ്ങളുടെ ശുശ്രൂഷയായി നടക്കുന്ന ഈ ധർമ്മകാര്യത്തിൽ ഞങ്ങൾക്ക് കൂട്ടുയാത്രക്കാരനായി. അവൻ ഞങ്ങൾക്ക് കൂട്ടുയാത്രക്കാരൻ. എവിടെയാണ്? സാമ്പത്തിക വിഷയത്തിൽ. എളുപ്പകാര്യമാണോ? സ്തോത്രം. നമ്മളെല്ലാവരും സംശയിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുന്ന കാര്യം, ഭയപ്പെടാത്ത ആൾക്കാരുണ്ട്. സ്വത്രം ഇഷ്ടംപോലെ കൈയിട്ട് വാരുന്ന അല്ലെങ്കിൽ തട്ടിപ്പിക്കുന്നു. പക്ഷേ നമ്മുടെ ബന്ധുക്കോസ് ലോകത്തിലും. പക്ഷേ പൊതുവെ സകല ദൈവത്തെ ഭയപ്പെടുന്ന പാസ്റ്റർമാർക്കും ദൈവമക്കൾക്കും സാമ്പത്തിക വിഷയം ഒരു പേടിയാണ്. പലരും മാറുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കേട്ടോ, ഈ പാസ്റ്റർ ആവേണ്ട അത്. പക്ഷെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, പക്ഷെ ചെയ്യുമ്പോൾ വിശ്വസയോടെ, ദൈവത്തെ ഭയപ്പെട്ട് സഭയെ സ്നേഹിച്ച് അത് വിശ്വസയോടെ കൈകാര്യം ചെയ്യുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ സാമ്പത്തിക പൗലോസ് പറയാണ്, ഇതുകൊണ്ട് എന്ത് ഞങ്ങളുടെ ഈ ധനശേഖരം, ഈ ധനകർമ്മത്തിൽ എന്ത് ചെയ്യുന്നു? അവരെയും കൂടി ഞങ്ങൾ കൂട്ട് യാത്രക്കാരനായി ചേർത്തു. പേരില്ല, പക്ഷെ എന്താണ്? അവൻ്റെ വിശ്വസത, അവൻ്റെ വിശ്വാസവും അവൻ്റെ എരിവ് നിമിത്തം ഞങ്ങൾ ഈ ഒരു വലിയ കാര്യത്തിൽ ഞങ്ങൾ അവനെയും കൂട്ട് യാത്രക്കാരനായി ചേർത്ത്. വായിച്ചോ. ഞങ്ങൾ നടത്തിവരുന്ന ഈ ധർമ്മശേഖരകാര്യത്തിൽ ആരും ഞങ്ങളെ അപവാദം പറയാതിരിക്കാൻ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവിന് മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുൻപാകെ യോഗ്യമായത് മുൻകരുതുന്നു. മതി. താങ്ക് യു സർ. അപ്പോൾ അവിടെ പൗലോസ് പറയുകയാണ്, ഈ മനുഷ്യൻ പേരില്ലാത്ത സഹോദരൻ എന്താണ്? അവൻ ദൈവസഭയിൽ അറിയപ്പെടുന്ന മനുഷ്യനാണ്. സ്തോത്രം. സുവിശേഷകരണത്തിന് വേണ്ടി തൻ്റെ ജീവന് കൊടുത്തവൻ, അതിനുവേണ്ടി വലിയ താല്പര്യത്തോടെ ഓടുന്നവർ, എരിവുള്ള മനുഷ്യൻ. മാത്രമല്ല സാമ്പത്തിക വിഷയത്തിലും അവനെ ഞങ്ങൾ ചേർത്തു. കാരണം അവൻ്റെ വിശ്വസ്തത കണ്ട് ഞങ്ങൾ അപ്പോൾ ദൈവം ഉപയോഗിക്കുന്ന വിധങ്ങൾ, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ ഏത് തലത്തിലായാലും നാം കർത്താവിനോട് വിശ്വസ്തരായ, നമ്മുടെ വായിച്ച വചനത്തിൽ പൗലോസ് പറഞ്ഞു, കർത്താവ് നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു. ആ ഒരു വിശ്വാസം നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വിശ്വാസം നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. അത് വർദ്ധിച്ചു വരണം. അത് കർത്താവിനോടുള്ള വിശ്വസ്തത, ദൈവസഭയോടുള്ള വിശ്വസ്തത, അല്ലെങ്കിൽ അതുപോലെ കർത്താവിനോടുള്ള സ്നേഹം, അതനുസരിച്ച് ദൈവസഭയോടുള്ള സ്നേഹം, കർത്തദാസന്മാരോട് ദൈവമക്കളോട് സ്നേഹം വർദ്ധിച്ചു വരുന്ന ഒരു ക്രിസ്തീയ ജീവിതം, വളർച്ചയുടെ ജീവിതമാക്കി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അപ്പോൾ പൗലോസ് ആ ഒരു സഹോദരനെ കുറിച്ച് തനിക്ക് നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. പേരില്ലെങ്കിലും അത് ദൈവം അറിയുന്ന ഒരു മനുഷ്യൻ. സ്തോത്രം. അല്ലെങ്കിൽ അവന് കർത്താവ് വിളിച്ച് വേർതിരിച്ചത് സഭയ്ക്കൊരു ഉപകാരമായി തീർന്നു, ദൈവദാസന്മാർക്കൊരു ഉപകാരമായി തീർന്നു. അത് അവരുടെ കൂട്ടയാത്രയിൽ അവന് വിശ്വസത്തോടെ കൊണ്ടുപോകാൻ തക്കണം. അത് ഉറപ്പും ധൈര്യം പൗലോസിനും മറ്റുള്ളവർക്കും ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതോർത്തും കർത്താവിനെ സ്തുതിക്കുന്ന മഹത്വം. അതോട് ചേർന്ന് തന്നെ വേറെ ആളും കൂടി പറയുമ്പോൾ അതിനു മുമ്പേ ദൈവസഭയെക്കുറിച്ച് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. 2 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. 2 തെസ്സലോനിക്കർ, അപ്പോസ്തലൻ പൗലോസ് 2 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 4-ാം വാക്യം. തെസ്സലോനിക്ക സഭയെ വളരെ കഷ്ടങ്ങൾ നടുവിൽ സ്ഥാപിക്കപ്പെട്ട സഭയാണ്. വളരെ കഷ്ടങ്ങൾ അതിനുവേണ്ടി പൗലോസും അനുഭവിച്ചു. പൗലോസും തീമോത്തിയോസും സിൽവാനോസൊക്കെ ഇവരെല്ലാം കഷ്ടം അനുഭവിച്ചാണ് ആ സഭ സ്ഥാപിക്കുന്നത്. പക്ഷേ അതിൽ ഒരു കാലഘട്ടം വന്നപ്പോൾ അവർ ക്ഷീണിച്ചു പോയി. ക്ഷീണം വന്നപ്പോൾ അവരെ ധൈര്യപ്പെടുത്താൻ വേണ്ടിയാണ് 1-2 ലേഖനങ്ങൾ എഴുതുന്നത്. ആത്മാവത് മനസ്സിലാക്കിക്കൊണ്ട് അത് മനസ്സിലാക്കി പൗലോസിനോട് എഴുതിക്കുമ്പോൾ പൗലോസ് ചങ്ങല ധരിച്ചവനായി, അത് വളരെ അടിയും ഇടിയും, അതേ സ്വന്തം ഹല്ലേലൂയ, അതേ ഭക്ഷണമില്ലാത്ത അനുഭവങ്ങൾ, പട്ടിണി കിടന്ന അനുഭവങ്ങളൊക്കെ തനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനെ വെളിച്ചത്തിൽ താൻ ആ സഭയെ എഴുതി ഉറപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവം, എല്ലാ തരത്തിലും ഉപദ്രവം, വീട്ടിൽ നിന്നായിക്കോട്ടെ, അത് നാട്ടുകാരിൽ നിന്നായിക്കോട്ടെ, റോമ പടയാളിൽ നിന്നായിക്കോട്ടെ. റോമ പടയാളി ഇന്നില്ല, അന്നത്തെ കാലം പറയാം. അപ്പോൾ സകലവിധ ഉപദ്രവം സഹിച്ച സഭയാണ്. എവിടെ നിന്ന്? വീട്ടിൻ്റെ അകത്തു നിന്ന്
പുറത്തുനിന്ന് അയൽവാസിയും കൂട്ടുകാരിൽ നിന്ന് പിന്നെ റോമ പടയാളികൾ. കാരണം ആ കാലങ്ങളിൽ അറിയാതെ നമുക്ക് ചരിത്രം പറയുന്ന ക്രിസ്ത്യാനികൾ കേട്ടാൽ അപ്പോൾ തന്നെ കൊലയാണ്, അപ്പോൾ തല വെട്ടുക. ഇപ്പോഴത്തെ ISIS കഴിച്ചൊന്നും ഒരു കുഴപ്പമില്ല, അതൊക്കെ അതിശയമൊന്നുമല്ല. ISIS കാരണം അല്ലെങ്കിൽ ഭീകരപ്രവർത്തനം ചെയ്യുന്നൊന്നും വലിയ അതിലും വലിയ കാര്യമാണ് അവർ അന്ന് റോമ പടയാളികൾ ചെയ്തുകൊണ്ടിരുന്നത്. അവർ ചെയ്യാത്ത ഒരു ദോഷവും ഇല്ല, അല്ലെങ്കിൽ ഒരു നാണംകെട്ട് പ്രവൃത്തിയില്ല, ഭക്ഷണത്വം ഇല്ല. അതിലപ്പുറം ഇവർ അത് ആണ്ടുകളായല്ലോ. അപ്പോൾ അതിലും വലിയ കാര്യങ്ങൾ അന്നേ ആര് സഹിച്ചു? ദൈവസഭ സഹിച്ചു. ദൈവസഭ ആ പീഡ സഹിച്ച് വന്നിട്ടാണ് ഇതുവരെ കർത്താവ് 2000 വർഷമായിട്ട് തൻ്റെ സഭയെ പണിതാക്കി വച്ചിരിക്കുന്ന ഈ നിലയിൽ ആക്കി വെച്ചത്. അത് ആ ആദ്യ നൂറ്റാണ്ടിലെ സഭകൾ ദൈവമക്കൾ കർത്തദാസന്മാർ വളരെ പീഡ അനുഭവിച്ചിട്ടാണ് ദൈവമക്കളെ നമുക്ക് ഇന്ന് ഈ സുവിശേഷം കേൾക്കുവാനും ബൈബിൾ ഈ മലയാളത്തിൽ നമുക്ക് ലഭിക്കുവാനും ഇങ്ങനെ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ കർത്താൻ ആരാധിക്കുവാൻ ഒരു സാവകാശം കർത്താവ് ഒരുക്കിയത്. നമ്മുടെ ഈ തൃശ്ശൂരിൽ തന്നെ സ്വതന്ത്രഹല്ലിൽ നിങ്ങളുടെ സഭയിൽ ഉണ്ടോ എന്നല്ല എനിക്കറിയില്ല. പക്ഷേ അതേ സ്വന്തം അനേക സഹോദരിമാർ അതേ സ്വന്തം ഭർത്താവ് സ്വന്തം മക്കൾ അവരെ തല്ലിയും ഇടിച്ചും അതേ സഭയ്ക്ക് വിടാത്ത അനുഭവങ്ങൾ ഈ തൃശ്ശൂരിലുണ്ടല്ലോ. സ്വതന്ത്രം അപ്പോൾ അതിനപ്പുറത്ത് വടക്കേണ്ടിയൊന്നും പോകണ്ട, ചൈനയിലും പോകണ്ട. ഇവിടെ തന്നെ ഈ തൃശ്ശൂർ ജില്ലയിൽ ഈ തൃശ്ശൂർ കോർപ്പറേഷനിൽ ഇത് കോർപ്പറേഷനല്ല പക്ഷേ ഈ കോർപ്പറേഷനുള്ള സഭകളിൽ എത്ര സഹോദരിമാർക്ക് സ്വാതന്ത്ര്യമായിട്ട് പോകാൻ പറ്റില്ല. അവർ ജനിപ്പിച്ച സ്വന്തം മക്കൾ അല്പം വളർന്നപ്പോൾ സ്കൂൾ +2 ആയപ്പോഴത്തേക്കും അല്ല 10ാം ക്ലാസ് ആയപ്പോഴത്തേക്കും മമ്മി കൈയടിക്കാൻ പോകണ്ട, മമ്മി അമ്മ സ്വോത്രം ഹല്ലേലൂയ സ്വോത്രം പറയാൻ പോകണ്ട, ഈ അന്യഭാഷ പറഞ്ഞ് വെറുതെ ഞങ്ങളെയും കൂടി മോശമാക്കുന്ന അനുഭവം എന്ന് പറഞ്ഞ് തല്ലുന്ന അനുഭവങ്ങൾ. 10ാം ക്ലാസ്സിലെ പിള്ളേർ അമ്മയെ വഴക്ക് പറയുന്ന അനുഭവം. സ്വോത്രം. അപ്പോൾ പീഡ നിങ്ങൾ സകലവിധ പീഡ അന്ന് ആരംഭിച്ചത് ഇന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എൻ്റെ നാമം നിമിത്തം സുവിശേഷ നിമിത്തം നിങ്ങൾ കഷ്ടം അനുഭവിച്ചാൽ പീഡ അനുഭവിച്ചാൽ നിങ്ങൾ സന്തോഷിപ്പിൻ. കാരണം എന്താ? നിങ്ങൾക്ക് വേണ്ടി ഒരു ഹല്ലേലൂയ സ്വർഗ്ഗം ഒരുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഒരു ഇരിപ്പിടം. അത് എവിടെയാണ്? അവനോട് കൂടെ. വെളിപ്പാട് ദിവസം 3-ാം അധ്യായത്തിൽ 21-ാം വാക്യം നമ്മൾ വായിക്കും, ദൈവമക്കൾ അതൊക്കെ നമുക്ക് ആശ്വാസമല്ലേ. ഈ ലോകത്തിൽ വീടില്ലെങ്കിലും ഒരു വണ്ടി ഇല്ലെങ്കിലും കർത്താവ് പറയാണ്, നിങ്ങൾ അവിടെ ഇതൊക്കെ ജയിച്ച് വന്നാൽ ഈ തരണങ്ങൾ ഈ കഷ്ടങ്ങൾ ഈ ഭാരങ്ങൾ ഈ രോഗാവസ്ഥയൊക്കെ നിങ്ങൾ തരണം ചെയ്ത് വന്നാൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഇരിക്കുന്ന എൻ്റെ ഇരിപ്പിടം എൻ്റെ സിംഹാസനത്തിൽ ഞാൻ എൻ്റെ പിതാവിനോട് കൂടി ഇരിക്കുന്ന പോലെ ഞാൻ നിങ്ങളും എന്നോട് കൂടെ ഇരുത്തുന്നു. അപ്പുറത്ത് മുമ്പിലും പുറകില്ല, എന്നോട് കൂടെ. സ്തോത്രം. അന്ന് ലോറൻസ് പാസ്റ്റർ അവിടെ ഇരിക്കും, ഞാനും അവിടെ എത്തിയാൽ ഞാനും അവിടെ ഇരിക്കും, നമ്മളും ഇരിക്കും ഒന്നിച്ച്, ഒരു വ്യത്യാസമില്ലാതെ. നമുക്ക് മുമ്പിലെ വിശുദ്ധന്മാരും നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ള വിശുദ്ധന്മാർ ആരൊക്കെ ജയിച്ചു വരുന്നോ ആ വാക്യൊന്ന് വായിച്ചാൽ നന്നായിരിക്കും. വെളിപ്പാട് 3:21 ജയിക്കുന്നവന് എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ. ഇവിടെ ഏതെങ്കിലും മനുഷ്യൻ ചെയ്യുമോ? വേണ്ട. ഒരു പഞ്ചായത്ത് മെമ്പർ അവർ ഇരിപ്പെടും. നമ്മൾ പഞ്ചായത്ത് ഓഫീസിൽ പോയ മെമ്പറുടെ സീറ്റിൽ മെമ്പർ സീറ്റ് ഏറ്റവും ചെറിയ സീറ്റാണ്, ആ ക്രമപ്രകാരം ഏറ്റവും ചെറിയ സീറ്റാണ് അല്ലേ പഞ്ചായത്ത് മെമ്പർ. അവിടെ പോലും അവർ ഇരുത്തില്ലല്ലോ, ഇരുത്താൻ അത് സാവകാശമില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് കർത്താവ് പറയുക, സർവശക്തനായ ദൈവം പറയാണ്, ഞാൻ നിങ്ങളെ എവിടെ ഇരുത്തും? എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടി അവൻ്റെ സിംഹാസനം ഞാൻ ഇരിക്കുന്ന പോലെ നിങ്ങളെ എടുത്തും. അത് വാഗ്ദത്തമല്ലേ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ വാഗ്ദത്തം തന്നെ എനിക്കെന്തോ സന്തോഷം തരുന്ന അറിയില്ല. ഈ ലോകത്തിൽ ഒന്നും ഇല്ലെങ്കിൽ അത് കർത്താവ് എനിക്ക് വേണ്ടി, ഈ പാപിയായ എനിക്ക് വേണ്ടി, ഈ മണ്ണായ എനിക്ക് വേണ്ടി അവൻ സ്വർഗ്ഗസിംഹാസനം വെടിഞ്ഞു വന്നവൻ, 33 വർഷം ഇവിടെ കഷ്ടം അനുഭവിച്ചവൻ, എനിക്ക് വേണ്ടി കരഞ്ഞവൻ, എനിക്ക് വേണ്ടി ഉപസിച്ചവൻ, എനിക്ക് വേണ്ടി അത് തുപ്പലേറ്റവൻ. അവൻ പറയാണ് ഹല്ലേലൂയ. ആ കർത്താവ് പറയാണ്, അല്ല ഞാൻ രാകേഷ് നിന്നെ എന്നോട് കൂടെ എടുത്തും, ലോറൻസ് ഞാൻ നിന്നെ എന്നോട് കൂടി എടുത്തും, സ്റ്റീഫനെ ഞാൻ നിന്നെ എന്നോട് കൂടി എടുത്തും. വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, വലിയ അത്ഭുതം അടയാളം ചെയ്തിട്ടില്ല, വലിയ പ്രാർത്ഥനാ വീരന്മാരെല്ലാം. പക്ഷേ കർത്താവ് പറയാണ്, എൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമാണ്, ഞാൻ സ്നേഹിച്ച മനുഷ്യനാണ്, ഞാൻ അത് വില കൊടുത്തവനാണ്, ഞാൻ വില കൊടുത്തവനെ മേടിച്ചാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? പിതാവ് എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിലും അവനെയും അവളെയും ഇരുത്തണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മടങ്ങി വരാം. പ്രൈസ് ദി ലോർഡ്. അതെ, 2 തെസ്സലോനിക്കർ 1:4. 2 തെസ്സലോനിക്കർ 1:4. സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലും നിങ്ങൾക്ക് എന്ത് വന്നു? ഈ സകല ഉപദ്രവം അനുഭവിച്ച് അടിയും ഇടിയും ഒക്കെ കൊണ്ടിട്ടും പലതരത്തിലുള്ള ക്യാൻസർ രോഗങ്ങൾ പോലും വന്നിട്ടും കഷ്ടങ്ങൾ ഇതൊക്കെ വന്നിട്ടും സ്തോത്രം കളഭാരങ്ങൾ പ്രയാസങ്ങളെല്ലാം നിന്ദകളെല്ലാം വന്നിട്ടും നിങ്ങളുടെ അതിലുള്ള സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തമായി ഞാൻ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ദൈവസഭകൾ നിങ്ങളെ ചൊല്ലി സ്തോത്രം. അവിടെ 5000 പേര് കൂടുന്ന സഭയല്ല പറയാനല്ല,
അവിടെ അത്ഭുതം അടയാളം നടക്കുന്നത് പറയുന്നതല്ല പൗലോസിന്റെ പ്രശംസ. പിന്നെ എന്തോ പൗലോസ് പോകുന്ന സഭകളിലും പറയുകയാണ്, അതേ ഹല്ലേലൂയ, അതേ കാലത്തോടുള്ള ദൈവസഭയിൽ അതേ അവർ കഷ്ടനിമിത്തം, അവർ പീഡനിമിത്തം ഇന്നും പിടിച്ചു നിന്ന് കർത്താവിന് മഹത്വപ്പെടുന്ന കൂട്ടായ്മയാണ്. ചെറിയ കൂട്ടായ്മ ആണെങ്കിലും ചെറിയ കൂട്ടം ആണെങ്കിലും അതേ കർത്താവിന് വേണ്ടി അവർ സഹിച്ചത്, അവരുടെ വിശ്വാസം തള്ളിക്കളയാതെ ഇന്നും അവർ ജയത്തോടെ സ്വന്തം ക്രിസ്തു എന്ന പാറയിൽ നിന്നുകൊണ്ട് പിതാവായ ദൈവം അവരെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവരെ കണ്ട് ലോകം ഭയപ്പെടുന്നു, അവരെ കണ്ട് അവരുടെ അയൽവാസികൾ അതേ അവരുടെ കൂട്ടുകാർ അവരെ ഭയപ്പെടുന്നു എന്ന് പൗലോസ് അത് പറയാനുള്ള പ്രശംസയുണ്ട്, പൗലോസ് പറയാനുള്ള സാക്ഷ്യമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ ദൈവസഭയെക്കുറിച്ച് പൗലോസിനെ അതേ സന്തോഷം അതാണ്, അവർ നിൽക്കുന്നു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇത്രയൊക്കെ ആയിട്ടും അതെ ഇത്രയൊക്കെ പീഡ സഹിച്ചിട്ടും അത് അവർ നിന്നല്ലോ എന്ന ഒരു കാര്യം അതല്ലേ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. നമ്മൾ വായിക്കുക ഇയ്യോബിനെ കുറിച്ച് പറയുന്നത് ഇത്രത്തോളം അവൻ്റെ സഹിഷ്ണുത നിങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നു. ഈ യാക്കോബിന്റെ ലേഖനം നമ്മൾ വായിക്കുന്നു. ഇയ്യോബ് എന്തൊക്കെ 10 മക്കൾ നഷ്ടപ്പെട്ടു പോയി, ഭാര്യ തന്നെ തള്ളി പറയുന്ന അനുഭവം, ആശ്വാസം നൽകാൻ വന്ന കൂട്ടുകാർ തന്നെ പരിഹസിക്കുകയും തന്നെ നിന്ദിക്കുകയും ചെയ്ത അനുഭവം. പക്ഷെ അവിടെല്ലാം അതേ ആ സഹിഷ്ണുതയുള്ളവനായി ഇയ്യോബ് നിന്നിട്ട് ആ ഇയ്യോബിന് വേണ്ടി നഷ്ടപ്പെട്ടു പോയ 10 മക്കൾ വീണ്ടും ദൈവം കൊടുക്കുവാണ്. മരിച്ചുപോയ മക്കളെ വീണ്ടും ഉയർപ്പിച്ച് ഒരു അനുഭവം. ബൈബിളിലെ ഏറ്റവും വലിയ അത്ഭുതം ഞാൻ കാണുന്ന അതാ. യേശു ക്രിസ്തു പോലും അത് ചെയ്തില്ല, അല്ല പാസ്റ്റർ, യേശു കർത്താവ് പോലും 3 ഉയർപ്പിച്ചുള്ളൂ. ഇത് ഒറ്റയടിക്ക് 10 മരിച്ചു. ആ 10 പേരും ദൈവം എന്ത് ചെയ്തു? അതിൽ അവസാനമാക്കി അവസാനത്തെ പുസ്തകം നമ്മൾ വായിക്കുന്നത്, അവന് ഇരട്ടിയായി കൊടുത്തു. 10 മക്കളും വീണ്ടും ദൈവം അവർക്ക് ജീവൻ കൊടുത്തു. അത്രയും വലിയ അത്ഭുതം യേശു തൻ്റെ കാലത്ത് ചെയ്തിട്ടില്ല. അപ്പോൾ ആ മനുഷ്യൻ്റെ ആ സഹിഷ്ണുതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അത് കണ്ട് അത് സന്തോഷിപ്പാൻ, അത് കഷ്ടങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, ഇല്ലായ്മ വരുമ്പോൾ അത് തള്ളി പറയാൻ വേണ്ടി ക്ഷീണിക്കാൻ വേണ്ടി ക്ഷീണിക്കും. പക്ഷേ ക്ഷീണിക്കുമ്പോഴാണ് അതിനുവേണ്ടി സഭയെ വെച്ചിരിക്കുന്നത്, അതിനുവേണ്ടി കൂട്ടായ്മ വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മളെ കർത്താവ് സഹോദരന്മാരുടെ നടുവിലും പാസ്റ്റർ നൽകിയത് എന്തിനാണ്? നമ്മുടെ ക്ഷീണങ്ങളെ മാറ്റാൻ വേണ്ടി. കൂട്ടായ്മ വരുമ്പോൾ കൂട്ടായ്മയുടെ ബലമുണ്ട്. സ്തോത്രം. വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ മാത്രമല്ല, ആ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ആലയത്തിൽ വന്ന് അവനെ സ്തുതിക്കാൻ വേണ്ടിയാണ് കർത്താവ് ആലയം നമുക്ക് തന്ന കൂട്ടായ്മ തന്നത്. പ്രൈസ് ദി ലോർഡ്. അത്രയും പറഞ്ഞാണ് ഭാഗം വിട്ടിട്ട് പഴയ നിയമത്തിലുള്ള ഭാഗം 1 രാജാക്കന്മാരുടെ പുസ്തകം 21 അധ്യായത്തിന് 13 വാക്യം. പേരില്ലാത്ത ഒരു ദൈവദാസന്, ഒരു പ്രവാചകൻ, ഒരു ദൈവദാസൻ. 1 രാജാക്കന്മാരുടെ പുസ്തകം 21 അധ്യായത്തിൻ്റെ 13 വാക്യം. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം സോറി ഒരു ദൈവപുരുഷൻ വന്നു. ഇരുപതിൻ്റെ സോറി ഞാൻ 21 പറയുന്നത്. 20 അധ്യായത്തിൻ്റെ 13 വാക്യം. ഒരു പ്രവാചകൻ ഒരു പ്രവാചകൻ ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ അടുക്കൽ വന്ന് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആരുടെ കാലമാണ് നോക്കണം? ആഹാബിന്റെ കാലം. മാത്രമല്ല ഏലിയ പ്രവാചകൻ, ശക്തിയോടെ ദൈവം ഉപയോഗിച്ച ഏലിയ പ്രവാചന കാലമാണ്. അതിൻ്റെ 17 അധ്യായം മുതലാണ് ഏലിയാവിനെ കുറിച്ച് പറയുന്നത്. ഏലിയാവിൻ്റെ അത്ഭുത ശക്തിയുള്ള പ്രവൃത്തികൾ 17, 18, 19 നമ്മൾ വായിക്കുന്നു. പക്ഷേ 20 വന്നപ്പോൾ ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ ആ പ്രവാചകനെ മാറ്റി വെച്ചിട്ട് വേറൊരു പ്രവാചകൻ, പേരില്ലാത്ത പ്രവാചകനെ ദൈവം ആരുടെ അടുക്കൽ അയച്ചു? രാജാവിൻ്റെ അടുക്കൽ അയച്ചു. ചില യുദ്ധത്തിൻ്റെ അഭ്യാസങ്ങൾ, ചില യുദ്ധത്തിൻ്റെ അത് മർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ യുദ്ധം ചെയ്താൽ ജയിക്കുമെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു പ്രവാചകനെ ദൈവം അയച്ചു. രാജാവ് അവൻ്റെ വാക്ക് കേട്ട് അത് ചെയ്തപ്പോൾ അവർ ജയം പ്രാപിച്ചു. സ്തോത്രം. അത് ദൈവമക്കളെ, കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്ന ഹല്ലേലൂയ, നാം അവനെ അനുസരിക്കുക എന്നുള്ള, അതെ, അനുസരിക്കുന്നതിനേക്കാളും യാഗത്തെക്കാളും അനുസരണമാണ് ഏറ്റവും വലിയ കാര്യം. ദൈവം പറയുന്ന പോലെ. കാരണം എന്താണ്? അനുസരണക്കേടാണ് ഏറ്റവും വലിയ പാപം ആദ്യം സംഭവിച്ചത്. അവിശ്വാസം നിമിത്തം അനുസരണക്കേട് വന്നു. ആ അനുസരണക്കേടിനെ നികത്താൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അത് തൻ്റെ ദാസന്മാരെ അയച്ച്, പ്രവാചകന്മാരെ അയച്ച്, പിന്നെ കർത്താവായ യേശു താൻ തന്നെ വന്ന് ഒരു വഴികാട്ടിയായി നമുക്ക് കാണിച്ചു തന്ന എന്താ? കഷ്ടങ്ങൾ കൂടി തികഞ്ഞവനായി തീർന്ന ഒരു അനുഭവം. സ്തോത്രം. അപ്പോൾ അനുസരിക്കുക എന്നുള്ളതാണ് കർത്താവ് പിതാ സർവ്വശക്തനായ ദൈവം ഏറ്റവും വലിയ കാര്യം ആഗ്രഹം. ഞാൻ പറയുന്ന കാര്യം എൻ്റെ ജനം അനുസരിക്കും, എൻ്റെ ദാസനോ ദാസിയോ അനുസരിക്കണം. ഈ പ്രവാചകനെ അയച്ചു, അവന് തൻ്റെ പേരൊന്നും എഴുതിയില്ല, പക്ഷെ എന്താ? ഒരു പ്രവാചകനെ അയച്ചു. സ്തോത്രം. ആഹാബ് പോലും അറിയാത്തവനാ, പക്ഷേ അവൻ്റെ വാക്ക് ആഹാബ് കേട്ടു. ദൈവം അത് കേൾക്കുമാറാക്കി. അതുകൊണ്ട് എന്തോ ജയം പ്രാപിച്ചു. വീണ്ടും അതിൻ്റെ 21 വാക്യം, 13 വാക്യം, പിന്നെ 20 വാക്യം. സോറി, ഞാൻ 19
22 അതിനുശേഷം 22 വാക്യം. ശേഷം ആ പ്രവാചകൻ ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് അവനോട്, ധൈര്യപ്പെട്ട് ചെന്ന് നീ ചെയ്യുന്നത് കയറ്റിക്കൊള്ളാം. ഇന്നത്തെ ആണ്ടിൽ ആരാം രാജാവ് നിന്റെ നേരെ പുറപ്പെട്ടു വരുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വീണ്ടും ഒരു ജയം പ്രാപിച്ചു. വീണ്ടും ആ പ്രവാചകൻ വീണ്ടും എന്ന് പറയാണ്, അടുത്ത പദ്ധതി, അടുത്ത വർഷം വീണ്ടും യുദ്ധം വരും, പക്ഷെ അവിടെയും ദൈവം നിനക്ക് ജയം തരും. അതുപോലെ സംഭവിച്ചു. സ്തോത്രം. പേരില്ല അവർക്ക്, ഒരു നാളും ഒന്നുമില്ല, പക്ഷേ ദൈവം അയച്ച ഒരു മനുഷ്യനെന്ന അത് ബോധ്യം തനിക്കുണ്ടായിരുന്നു. കർത്താവ്, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് വചനം തന്നു, അല്ല പ്രാർത്ഥനയെ എനിക്ക് കർത്താവ് ആത്മാവിനോട് ഇടപെട്ടു, ഞാൻ അത് പറയുന്നു ഒരു അനുഭവം. സ്വന്തം ഞാൻ വലിയൊരാൾ, ഞാൻ പ്രവാചകനല്ല പാസ്റ്ററല്ല, പക്ഷെ എന്താണ് കർത്താവ് എനിക്ക് തന്നത്, ഞാൻ എൻ്റെ ആത്മഭാരത്തിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എനിക്കൊരു ആലോചന തന്നെങ്കിൽ, അല്ല മാത്രമല്ല ഒരു വിഷയം തന്നെങ്കിൽ ആ വിഷയത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുവാൻ കറിയുവാൻ കർത്താവ് ദൈവമക്കൾ നമ്മൾ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് അവൻ ജയകരമായി തന്നെ നയിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. അത് പേരറിയാത്ത ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ഞാൻ കാണിച്ചല്ലോ, ഒരു സഹോദരനെ കുറിച്ച് പറയുമ്പോൾ പഴയ നിയമത്തിൽ ഇവിടെ പറയാണ്, ഒരു പ്രവാചകനെ കുറിച്ച് പറയുന്നു. ആരെയുള്ളപ്പോൾ തന്നെയാണ് വലിയ പ്രവാചകനായ സ്തോത്രം, നമ്മൾ പൊതുവെ പറയുന്ന വലിയ പ്രവാചകനായ ഏലിയാവ് ഉള്ളപ്പോൾ തന്നെ, അത് ആകാശത്ത് തീ ഇറക്കിയ പ്രവാചകൻ ഉള്ളപ്പോൾ തന്നെ ആഹാബിൻ്റെ അവൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് അവനോട് ആലോചന പറയാൻ പേരില്ലാത്തവനെ ആരെങ്കിലും ചേർക്കുമോ? പേരില്ല. പക്ഷെ അവന് പോലും ചേർത്തുകൾ അവനെ സ്വീകാര്യം ചെയ്യുവാൻ ആഹാമിൻ്റെ മനസ്സിനോട് ദൈവത്തിന് ആത്മാവ് ഇടപെട്ടു. പ്രൈസ് ദി ലോർഡ്. നാം ഭാരപ്പെടേണ്ട, അവരോട് എങ്ങനെ സുവിശേഷം പറയും, അവർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കും, എങ്ങനെ ഇത് പറയുന്ന നാം ഉള്ളിൽ ഭാരപ്പെട്ട കർത്താവ് ഒരു കാര്യം തന്നാൽ, അത് അയൽവാസിയോടായിക്കോട്ടെ, നാം പോകുന്ന സ്ഥലങ്ങൾ ഒരു ട്രാഫിക് കൊടുക്കുന്ന അടുത്തായിക്കോട്ടെ, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ, അവരോട് 2 വാക്ക് യേശു കുറിച്ച് പറയുവാൻ, എന്നെ സൗഖ്യമാക്കിയവൻ, ഞാൻ രക്ഷ പ്രാപിച്ചത് ഈ കർത്താവ് നിമിത്തമാണ്, അതൊന്ന് പറയുവാൻ കർത്താവ് നമ്മൾ ആഗ്രഹിക്കും. നാം അത് പറയുമ്പോൾ അത് അവർക്കും നമുക്കും ഒരുപോലെ അനുഗ്രഹത്തിനും രക്ഷയ്ക്ക് കാരണമായി തീരും. ആത്മാവോട് ഈ ദിവസം നമ്മൾ അതിനുവേണ്ടി സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. സ്തോത്രം. അത് ഹല്ലേലൂയ. കർത്താവ് വിളിക്കുന്ന വിശ്വസനാകുന്നു. അത് നമ്മളിൽ നല്ല പ്രവൃത്തി, നിങ്ങൾ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ, അത് യേശു ക്രിസ്തു നാളോളം ചെയ്യുവാൻ തികയ്ക്കുവാൻ അവൻ ബലവാനാകുന്നു. അവനെ നിവർത്തിക്കുക തന്നെ ചെയ്യും. ആ നിവർത്തി വരാതിരിക്കാൻ വേണ്ടി പിശാച് തടസ്സങ്ങളിടും, പിശാച് സംശയങ്ങളിടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതേ പിശാചിന്റെ തന്ത്രങ്ങളെ അതേ മനസ്സിലാക്കി അത് ഗ്രഹിച്ചുകൊണ്ട് ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിച്ചാലേ, അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിക്കണം, നിങ്ങൾ എല്ലാത്തിനും സ്തോത്രം ചെയ്യണം. അല്ലെങ്കിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ഉപവസിക്കുമ്പോൾ, യേശു താൻ തന്നെ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. അതിന് കർത്താവ് ഉദാഹരണമായി 40 ദിവസം ഉപവസിച്ചു. മാത്രം പ്രാർത്ഥന സമയങ്ങൾ കർത്താവിനുണ്ടായിരുന്നു. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം 12-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, അവൻ മലമേൽ കയറി പ്രാർത്ഥിക്കാൻ പോയി. അവർ പ്രാർത്ഥനയിൽ രാത്രി മുഴുവൻ കഴിച്ചു. പിതാവായ ദൈവത്തോട് പ്രാർത്ഥനയിൽ രാത്രി മുഴുവൻ പോയത് യേശുവിനെ അറിഞ്ഞില്ല. അതുകൊണ്ടാണ് മുഴുവൻ പ്രാർത്ഥനകൾ വെക്കുന്നത്. പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ സമയമൊന്നും അറിയത്തില്ല യഥാർത്ഥമായി പ്രാർത്ഥിച്ചാൽ. സ്വത്രം. ക്ഷീണമുണ്ടാവും, പക്ഷെ ആ ക്ഷീണങ്ങൾ മാറ്റുന്ന കർത്താവ് കൂടെയുണ്ട്. അവൻ മലകരി, വചനം പറയുന്ന മലകരി പോയെന്നാ. 2-ാം നില 3-ാം നില ഇന്ന് പലർക്കും പോകാൻ നമുക്ക് പാടാം. അയ്യോ, നമ്മൾ 2-ാമത്തെ നിലയാണ് ഹോള്, 3-ാമത്തെ നിലയാണ് ഹോള്. ഈ നമ്മുടെ ചുറ്റുപാടുള്ള സഭകളെല്ലാം, മറ്റുള്ള ക്രിസ്തീയ സഭകളെല്ലാം പണിതിരിക്കുന്ന മലമേ ഒരു പൊക്കത്താണ്, അല്ലെങ്കിൽ സ്റ്റെപ്പ് വെച്ച് കെട്ടി അവർ പൊക്കും. കാരണം എന്താണ്, കുറച്ച് പ്രയാസപ്പെട്ട് പോകാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മൾ ഇന്നത്തെ പെന്തക്കോസ്ത് ലോകത്തിൻ്റെ ചിന്ത എല്ലാം നെരപ്പായിരിക്കും. വണ്ടി കയറി ചെന്നാൽ അത്രയും നല്ലതാണ്. എവിടെ ഹോളിലേക്ക് വണ്ടി കയറി വണ്ടിക്കകത്ത് നിന്ന് ആരാഴ്ച അത്രയും സന്തോഷമാണ് നമ്മുടെ ഇന്നത്തെ ആൾക്കാരുടെ ചിന്ത. പക്ഷെ എല്ലാ ദൈവമക്കളെ ഒരു കഷ്ടപ്പാടുണ്ട്. സ്തോത്രം. യെരൂശലേമിൽ അവർ ആലയത്തേക്ക് കയറി പോകണമെങ്കിൽ മല കയറി പോകണം. യെരൂശലേമിൽ ഇരിക്കുന്നതിനൊരു മലയാളമേ അല്ല, പിന്നെ ആലയത്തേക്ക് പോകണമെങ്കിൽ പടികളുണ്ട്, പടികൾ കയറി പോകണം. എളുപ്പകാല ചില കഷ്ടങ്ങളുണ്ട്. പക്ഷേ ദാവീദ് പറഞ്ഞു, ഞാൻ എൻ്റെ കഷ്ടതയിൽ യഹോവയുടെ ആലയത്തിന് ചിലവ് സ്വരൂപിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ. കർത്താവിനാത്മാവതേ സ്തോത്രം. ഹല്ലേലൂയ. അതേ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കർത്താവിന് വേണ്ടി ശക്തിയോട് ഇനിയും പ്രയോജനപ്പെടുവാൻ. നല്ല പ്രവൃത്തി തീർന്നു പോയിട്ടില്ല. നല്ല പ്രവൃത്തികളുടെ കാലം ഇനിയും അല്പം കൂടിയുണ്ട്. വരവ് ചിലപ്പോൾ താമസിക്കുമായിരിക്കും, അല്ലെങ്കിൽ നാളെ സംഭവിക്കും, എനിക്കറിയില്ല. പക്ഷേ അതുവരെ ഹല്ലേലൂയ ആ സമയം ലഭിക്കുന്ന സമയം എരിവോട് കർത്താവിന് പ്രയോജനപ്പെടാം. ദൈവാത്മാ നമ്മളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. കർത്താവ് വിശ്വസനാകുന്നു. സ്വതം അന്ത്യത്തോളം നമ്മളെ ഈ ഓട്ടം തികയ്ക്കാൻ നമ്മുടെ കൂടെയുണ്ട്. സ്വതം. അത് നമ്മുടെ പേരില്ല, നമ്മുടെ മക്കളുടെ പേരില്ല, കുടുംബത്തെ പേര് എവിടെയും ഇല്ലെങ്കിലും, ഈ ലോകത്തിൽ ഇല്ലെങ്കിലും സ്വതം ഭയപ്പെടേണ്ട. വിളിച്ചവൻ വിശ്വസനാകുന്നു. അവന് വിളി അറിയാം, പേരറിയാം. സ്തോത്രം. മാത്രമല്ല അവൻ നമ്മളെ ഏൽപ്പിക്കുന്ന ചെറുതായാലും അല്ലെ അത് ചെയ്യുവാൻ മനസ്സോടെ പൂർണ്ണ ധൈര്യത്തോടെ ചെയ്യുവാൻ ദൈവപാ നിങ്ങൾ ദിവസം കൂടുതലായി സഹായിക്കും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. സമയം നൽകിയ ദേവദാസനോടും കുടുംബത്തോടും സഭയോടും നന്ദി അർച്ചന ഇരിക്കുന്ന കർത്താവ് നമ്മളെ നാളെ അനുഗ്രഹിക്കട്ടെ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. ഇന്ന് പകൽ കർത്താവ് നമുക്ക് നൽകി തന്നു.
നമുക്ക് ആ സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം. ദൈവവചനത്തെ നമുക്ക് അനുസരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ജയിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി നമ്മെ വെച്ചിരിക്കുന്നത്. ജയിക്കുന്നവന് കർത്താവിനോടുകൂടെ ഹല്ലേലൂയ കർത്താവ് ഒരുക്കുന്ന ഒരു സിംഹാസനമുണ്ട്. ഹല്ലേലൂയ. അതെ, നാം ദൈവവചനത്തെ അനുസരിച്ച് ജയിച്ച് നമുക്കും കർത്താവിനോടുകൂടെ ഒരു ദിനത്തിൽ ആയിരിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ സന്ദേശം ഇന്ന് പകലിൽ നമ്മെ കേൾപ്പിച്ചിരിക്കുമ്പോൾ ആ വചനത്തിന്റെ സന്ദേശം നമുക്ക് കേട്ടെടുക്കാം. ദൈവത്തെ നമുക്ക് അനുസരിക്കാം. പൂർണ്ണ ഹൃദയത്തോടുകൂടെ കർത്താവിനെ നമുക്ക് അനുസരിക്കാം. ലഭിക്കുന്ന അവസരങ്ങൾ സുവിശേഷം പങ്കുവയ്ക്കുവാനൊക്കെ ലഭിക്കുന്ന അവസരങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ഹല്ലേലൂയ. കഷ്ടങ്ങൾ ദൈവമക്കളുടെ ജീവിതത്തിലുണ്ട്. എല്ലാ കഷ്ടങ്ങളുടെ മധ്യത്തിലും ഹല്ലേലൂയ കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ മുന്നോട്ട് നടത്തുവാൻ മതിയായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മുൻപോട്ട് പിന്നെയും സ്റ്റെപ്പുകൾ വയ്ക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസനെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിന്നെയും കർത്താവിന്റെ വേറെ ശക്തമായി ദൈവം കരങ്ങളെടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുമാറാകട്ടെ. എല്ലാ ആവശ്യങ്ങളിലൊക്കെ കർത്താവ് കൂടെ ഇരുന്ന് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്തിന് മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം, ഏറ്റെടുക്കാം. സ്നേഹവാനും സർവശക്തനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വെള്ളിയാഴ്ചയുടെ പകൽ സമയം ചുരുക്കം പേരായി ഞങ്ങൾക്ക് അവിടെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവസന്നിധിയിൽ നിന്ന് മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവെ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചതിനായി നന്ദി. മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥന വിഷയങ്ങൾക്ക് കർത്താവെ അവിടുന്ന് മറുപടി നൽകി തന്ന് മാനിക്കണമേ, സഹായിക്കണമേ എന്ന് കർത്താവെ പ്രാർത്ഥിക്കുന്നു. അതെ, സ്തോത്രം. പ്രത്യേകിച്ച് ശാരീരികമായ ക്ലേശങ്ങളിലൂടെ പോകുന്ന ജനത്തെ ഒരിക്കൽ കൂടെ ഞങ്ങൾ ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. ശക്തീകരിക്കുകയും സൗഖ്യമാക്കി വിടുവിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിന്റെയും പുകവലിയുടെയും മയക്കുമരുന്നിന്റേതായ ഉപയോഗത്തിൽ യുവതലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ യുവതലമുറകളെ അതിൽ നിന്നൊക്കെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കേണ്ടതിന് വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോക രാഷ്ട്രങ്ങളുടെ ജനതയുടെ നേതാക്കന്മാരുടെ സ്നേഹത്തിനും ഐക്യതയ്ക്കും വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനമായ അന്തരീക്ഷം മാറി കർത്താവെ സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകുവാൻ കർത്താവ് അവിടുന്ന് സഹായിക്കുമാറാകട്ടെ. നിരപരാധികൾ ഹല്ലേലൂയ, ഹല്ലേലൂയ മരണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കരുണ, അങ്ങയുടെ ദയ ജനത്തിന്റെ മേൽ കർത്താവേ അവിടുന്ന് ചൊരിയുമാറാകണമേ എന്ന് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പകൽ ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവേ സ്തോത്രം അയച്ച് ദൈവത്തിന്റെ വചനം കർത്താവെ പങ്കുവച്ച കർത്താവിനായ സ്തോത്രം ചെയ്യുന്നു. അവരെ കുടുംബമായി കർത്താവെ അനുഗ്രഹിക്കണമേ. അവരുടെ ശുശ്രൂഷകളെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണം. അനേകരെ കർത്താവെ ഹല്ലേലൂയ പാപത്തിൽ കിടക്കുന്ന അനേകരെ അതിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ആവശ്യമായിരിക്കുന്ന ദൈവകൃപയും നിയോഗങ്ങളും ആലോചനകളും പകർന്ന് അവരെ സഹായിക്കണമേ എന്ന് കർത്താവെ പ്രാർത്ഥിക്കുന്നു. ശക്തമായി ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കുടുംബമായി അവരെ ഉപയോഗിക്കണമേ കർത്താവേ. ആവശ്യങ്ങളിലൊക്കെ കർത്താവ് കൂടി സഹായിക്കണമേ എന്ന് കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്ന എല്ലാ ദൈവജനത്തെയും അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവജനം കടന്നു പോകുമ്പോൾ മടക്കയാത്രയിലൊക്കെ കർത്താവിന്റെ കൃപ കൂടി ഇരുന്ന് കർത്താവ് സഹായിക്കും അനുഗ്രഹിക്കും ചെയ്യുമാറാകണമേ. പകലിൽ ചാരാപണം ചർച്ചയിൽ വെച്ച് നടക്കുന്ന ആവാസയോഗം ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ തക്കവണ്ണം കർത്താവ് അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് കർത്താവെ പ്രാർത്ഥിക്കുന്നു. പോയി സംബന്ധിക്കാൻ കർത്താവ് കൃപ ചെയ്യണം. ഞായറാഴ്ച വീണ്ടും ഒരുമിച്ച് കൂടി വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ആരാധിപ്പാൻ കർത്താവെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുവാനാകണമേ എന്ന് കർത്താവെ പ്രാർത്ഥിക്കുന്നു. പകലത്തോളം കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി. പ്രാർത്ഥന കേട്ട ദൈവസ്നേഹത്തിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളുടെ യാചനകൾ കർത്താവ് കേട്ടതിനായി കരങ്ങൾ കർത്താവിനെ നമുക്ക് സ്തുതിക്കാമല്ലോ.